മഹാദൈവത്തിന്റെ ദിവ്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. സർവശക്തിയുള്ള കർത്താവ് നമ്മളെ എല്ലാവരെയും സന്ധ്യയിൽ വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ മുഖത്ത് നോക്കി നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ദൈവത്തോട് പറയാം, ലോർഡ്, അങ്ങ് എൻ്റെ ഉള്ളിലിരിക്കുന്നു, ഞാൻ അങ്ങയുടെ ഉള്ളിലിരിക്കുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന മഹാദൈവത്തെ, ദ ട്രൂ അയാം, യഥാർത്ഥ അയാമിനെ മോശം ഉൾപ്പടർപ്പിൽ വെച്ച് കണ്ട ആ അയാം നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. This is a contemplative meditation. Just we are meditating. We are remembering our God. We are not seeking God outside. We are seeing God inside. We are not alone. Christ lives in us, the hope of glory. Hallelujah. May the Lord richly bless you tonight. And once again, we believe that this session is going to become an awesome section, and God is going to appreciate us and is going to accept us with His presence. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് നമ്മളെ സ്വീകരിച്ചത് തെളിയിക്കട്ടെ. I know from the beginning onwards, expect the presence of the Lord, the glorious presence of our God, wherever you are. മഹാദൈവം തന്റെ മഹാകൃപയാൽ അവിടുത്തെ സാന്നിധ്യത്തെ നിങ്ങളുടെ മേൽ പകരട്ടെ. നമ്മളൊരു തിയറി പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ കേൾക്കുന്നത് അതുപോലെ നമ്മുടെ ലൈഫിൽ പ്രായോഗികമാകാൻ, അതുപോലെ അനുഭവിക്കാൻ ദൈവം തന്റെ വലിയ കൃപയാൽ ഈ സന്ധ്യയിൽ ഇടവരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. We were discussing about the ancient path. That's a mystical journey, and more than that, this is an awakening of mysticism. 10 വർഷത്തിന് മുമ്പ് we found the awakening of grace. കൃപയുടെ വലിയൊരു ഉണർവ്, ഒരു awakening നമുക്ക് കാണാൻ പറ്റി. Now God is rising a group of people for the awakening of mystical reality in the spiritual world. It was a hidden and lost spirituality. First, second, third century church fathers and apostles, അപ്പോസ്തലന്മാർ എല്ലാവരും ഈ അനുഗ്രഹീതമായ ആത്മീയതയുടെ പങ്കാളികളായിരുന്നു. അതുകൊണ്ട് അവർ മരണത്തെ പോലും ഭയപ്പെട്ടില്ല. കാരണം അവരുടെ അകത്തൊരാളുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. സോ വചനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അത് ഈ ഭൂമിയിലെ സ്പേസിനേക്കാൾ വലിയൊരു വാക്യമാണ്. ദൈവത്തെ അറിയുന്ന ജനം, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ച് നിന്ന് വീര്യം പ്രവർത്തിക്കും. സോ ദൈവത്തെ അറിയുന്ന ജനമാണ് നാം, ദൈവത്തെ തിരിച്ചറിയുന്ന ജനമാണ് നാം, ദൈവത്തിന്റെ കരുതലിനെ മനസ്സിലാക്കുന്ന ജനമാണ് നാം. We are not fundamentalist, fundamental religious Christianity. They are seeking God outside and pleasing to God by rituals, by obeying rules and regulations. But God's children, we don't want to seek God outside, we are seeing God inside. നമ്മുടെ അകത്തൊരു ദൈവമുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു. ഹല്ലേലൂയ. സോ ഞാൻ
പറഞ്ഞു വന്ന ഭാഗത്തേക്ക് വീണ്ടും വരുന്നു. Abraham, the man of the tent, Isaac, the man of the, so Abraham, the man of the altar, Isaac, the man of the tent, Jacob, the man of the well, and Joseph, the man of the kingdom of God. Abraham was predestined by God. Isaac was called by God. Jacob was justified by God. And Joseph was glorified. So ഞാൻ പറഞ്ഞല്ലോ, ഒരു ജനറേഷനെ മൊത്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു റെവലേഷനാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 16ാമത്തെ നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സഭയ്ക്ക് ലഭിച്ച ഒരു വഴിത്തിരിവ് നീതീകരണം എന്നതായിരുന്നെങ്കിൽ, ആ നീതീകരണത്തിന്റെ സന്ദേശം കേട്ട ക്രൈസ്തവ സമൂഹം അതിൽ പോലും തികവുള്ളവരായി മാറാൻ കഴിയാതിരിക്കെ മരണത്തിന് ശേഷം പ്രാപിക്കാൻ പോകുന്ന ഒരു നീതി, ഒരു ഗ്ലോറിഫിക്കേഷൻ, ആ ഗ്ലോറിഫിക്കേഷനെ കാത്തിരിക്കുമ്പോ ദാണ്ടെ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കാം. ഒരു ജനറേഷൻ ഈ തലമുറയിൽ, ഈ 2021-ൽ ക്രൈസ്തവ സമൂഹത്തെ മൊത്തം മറ്റൊരു തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. ഗ്ലോറിഫിക്കേഷൻ മരണശേഷമല്ല, ജീവിച്ചിരിക്കുകയാണ്, ഭൂമിയിലിരിക്കുകയാണ്. ഞാൻ ഗ്ലോറിഫൈഡ് ആയിട്ടേ എന്റെ വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫിക്കേഷൻ ആണ് എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അത് ഞാൻ പ്രാപിച്ചിരിക്കും, അത് ഞാൻ നേടിയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഈ കമ്മ്യൂണിറ്റിയിലുള്ളത്. സോ നമ്മുടെ ഏൻഷ്യന്റ് പാത്തിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. ആൾട്ടർ എപ്പോൾ ശ്രദ്ധിക്കണം. ആൾട്ടർ ഈസ് ദ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്. ഇറ്റ് ഓപ്പൺസ് ദ പോർട്ടൽ ആൻഡ് ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഏബ്രഹാം. ഏബ്രഹാമിന് ശേഷം നമ്മൾ കാണുന്നത് ഐസക്കിനെയാണ്. ഈസ് ദ മാൻ ഓഫ് മെഡിറ്റേഷൻ, contemplative. That means he is connected with God, communion with God, enlightened by God, man of prayer, spending time in the tent. ആ സാന്നിധ്യത്തിൽ, ആ ഹോളി പ്ലേസിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ശേഷം മൂന്നാമത് നമ്മൾ കാണുന്നത് യാക്കോബിനെയാണ്. യാക്കോബിനെ നമുക്കറിയാം, ഹി ഈസ് ദ മാൻ ഓഫ് ദ വെൽ. അദ്ദേഹം ഒരു ഉറവയുടെ, കിണറിന്റെ മനുഷ്യനാണ്. നമ്മൾ അതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാം. ഈ മനുഷ്യൻ എത്തിയത് നമുക്കറിയാം. അബ്രഹാം ആദ്യത്തെ യാഗപീഠത്തിന് ശേഷം രണ്ടാമത്തെ യാഗപീഠം പണിത സ്ഥലമാണ് ബേഥേൽ. ഷെഖേമിൽ യാഗം നടത്തിയ ശേഷം തൊട്ടടുത്ത് താൻ നടത്തിയ യാഗം നടത്തിയത് ബേഥേലിലാണ്. അന്ന് ബേഥേലിന് ബേഥേൽ എന്ന് പേരില്ല. അന്ന് ആ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നാണ്. ലൂസ് എന്ന വാക്കിന്റെ അർത്ഥം ആൽമണ്ട് ട്രീ എന്നാണ്. ആൽമണ്ട് ട്രീ. ആൽമണ്ട് ട്രീ ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് റിസറക്ഷൻ. ശ്രദ്ധിക്കണം, റിസറക്ഷൻ, ലൈഫ്. ദർ ഇസ് നോ ഡെത്ത്. സോ ജേക്കബ്, oh hallelujah, Jacob, he represents the most holy place. He represents the most holy place. മോസ്റ്റ് ഹോളി പ്ലേസിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ജേക്കബിൽ കാണുന്നത്. ഒരർത്ഥത്തിൽ ജേക്കബ് ഒത്തിരി പ്രശ്നമുള്ള മനുഷ്യനാണ്. ഞാനിപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ പേര് യാദ് അഖോവ് എന്നാണ്. യാദ് അഖോവ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കുതികാൽ പിടിച്ചവൻ എന്നാണ്. കൈകൊണ്ട് കുതികാൽ പിടിച്ചവൻ എന്നാണ്. കാരണം ജെനസിസ് ചാപ്റ്റർ 3:15 ഒരു വാക്യമുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പൊ ദൈവത്തിന്റെ സീഡിന് വിരോധമായി എപ്പോഴും ഒരു സർപ്പന്റ് സീഡ് കുതികാൽ ഉയർത്തിക്കൊണ്ടുവരും. ശ്രദ്ധിക്കണം. റെബേക്കയുടെ വയറ്റിൽ ഏശാവും യാക്കോബും ഇരിക്കുക. റെബേക്ക ഈ ശിശു ഉള്ളിൽ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുത്തുന്നത് കണ്ട് ദൈവസന്നിധിയിലേക്ക് പോയി എന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നു.
അവൾ പോയത് മൽക്കിസദേക്ക് എന്നറിയപ്പെടുന്ന ശാലേം രാജാവിന്റെ അടുക്കലേക്കാണെന്ന്, മൽക്കിസദേക്ക് എന്ന മഹാപുരോഹിതന്റെ അടുക്കലേക്കാണ് റെബേക്ക പോയതെന്ന് നമുക്ക് ബുക്ക് ഓഫ് ജാഷറിൽ വായിക്കാൻ പറ്റും. അപ്പൊ മൽക്കിസദേക്കിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ മൽക്കിസദേക്ക് പറഞ്ഞു, നിന്റെ ഉദരത്തിൽ 2 ജാതികൾ പുറപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും. ശ്രദ്ധിക്കുക, ഒരു പ്രൊഫറ്റിക് വേർഡ് നിനക്ക് ജനിക്കാൻ പോകുന്നതിനോ ഭാവി സംബന്ധമായിട്ടോ ലഭിച്ചാൽ ആ പ്രൊഫറ്റിക് വേർഡിന് സാഹചര്യങ്ങളെ മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പ്രൊഫസിയുടെ പ്രത്യേകത അത് നമുക്ക് സന്തോഷം വരുത്തുന്നത് മാത്രമല്ല, അത് സമൂലമായ റാഡിക്കലായ ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നതാണ് പ്രൊഫറ്റിക് വേർഡ്. അപ്പൊ നമ്മുടെ സന്ദേശങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രൊഫറ്റിക് വേർഡ് നിങ്ങൾക്ക് നേരെ വന്നാൽ യാതൊരു മടി കൂടാതെ പിടിച്ചെടുത്തോ. ആ പ്രൊഫറ്റിക് വേർഡ് അത് പൂർണ്ണമാകേണ്ടതിന് സാഹചര്യങ്ങളെ ചേഞ്ച് ചെയ്തോളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, പ്രൊഫറ്റിക് വേർഡിന് അത് പൂർണ്ണമാകേണ്ടതിന് ഏതൊരു സാഹചര്യത്തെ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി പ്രവചന വാക്കുകൾക്കുണ്ട്. അപ്പൊ ഉദരത്തിൽ വെച്ച് തന്നെ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നായപ്പോ എനിമിറ്റി ബിറ്റ്വീൻ ദ സീഡ്സ്, ഇവിടെ 2 സീഡുകൾ പുറത്തു വരികയാണ്. മുമ്പേ ഒരുത്തൻ വരുന്നു, അവന്റെ പേര് ഏശാവെന്ന്. രണ്ടാമത്തെ ഒരുവൻ വരുന്നു, അവനെ യാക്കോബ് എന്ന് പേരിട്ടു. പക്ഷെ യാക്കോബ് ഒരു കാര്യം ചെയ്തു, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ആ ഉദരത്തിൽ നിന്ന് അവർ പുറത്തു വരുമ്പോ ഏശാവിന്റെ കുതികാല് കേട്ടോണം, ഏശാവിന്റെ കുതികാല് യാക്കോബിന്റെ നെറുകയിലാണ്. ഈ കൊച്ചൻ പ്രൊഫറ്റിക്കലിയാ അവന്റെ കുഞ്ഞൻ കൈകൊണ്ട് അവന്റെ തലയ്ക്ക് നേരെ വരുന്ന കുതികാലിനെ കയറി പിടിച്ചു. കാരണം ഒരു വേർഡുള്ള, നിന്റെ കുതികാൽ അവൻ തകർക്കും, നീ അവന്റെ തല തകർക്കും. പ്രൊഫറ്റിക്കൽ വേർഡ് കാരണം ബർത്തിൽ തന്നെ യാക്കോബിന്റെ തലയെ തകർക്കാൻ, സീഡുകളെ എല്ലാത്തിനും നശിപ്പിക്കുക. തല തകർക്കാൻ വരുമ്പോൾ ജേക്കബ് ഒരു കാര്യം ചെയ്തു, ആ കൊച്ചു കൈകൊണ്ട് ആ കുതികാലെ കയറി ഇങ്ങ് പിടിച്ചു. കുതികാലിൽ കൈ പിടിച്ച് പുറത്തേക്ക് വരുമ്പോ സൂതികർമ്മിണി അവന് പേരിട്ടു യാദ് അഖോവ്. യാദ് അഖോവ് എന്ന് പറഞ്ഞാൽ ഉപായി എന്നല്ല, സൂത്രശാലി എന്നല്ല, തന്റെ കൈകൊണ്ട് കുതികാൽ പിടിച്ചവൻ എന്നാണ്. അപ്പൊ കുതികാൽ പിടിച്ചാണവൻ, ഞാനിത് പറഞ്ഞ ശ്രദ്ധിക്കുക, അവൻ തുടങ്ങിയത് കുതികാലിൽ പിടിച്ചാണ് തുടങ്ങിയത് എന്ന് പറയാൻ. തന്റെ നെറുകയ്ക്ക് നേരെ ഒരുത്തന്റെ കാലും വരാൻ, തന്റെ തലയ്ക്കുമീതെ ഒരുത്തനും കാലെടുത്തു വെക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന ഒരു തലമുറയാണ് യാക്കോബിന്റെ തലമുറ. സ്തോത്രം. ഇത് ശ്രദ്ധയോടെ കേൾക്കണം. നിനക്കും എനിക്കും, ഇത് അടുത്ത ജനറേഷൻ, അടുത്ത ഡയമെൻഷനാണ്. നിനക്കും എനിക്കും വിരുദ്ധമായി ഉയരുന്ന ഒരു തിന്മയുടെ ശക്തിക്കും ഒരുത്തന്റെ കാലും, ഇത് നിങ്ങൾ ഓരോരുത്തരും കുറിച്ചെടുത്ത് വെച്ചോണം, ഒരുത്തന്റെ കാലും എന്റെ തലയ്ക്ക് മീതെ വരാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് തീരുമാനമെടുത്ത് ജനിച്ചവനാണ് യാക്കോബ്. സ്തോത്രം. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, അങ്ങനൊരു ജനറേഷനാണ് മഹിമയെ കാണാൻ പോകുന്ന തലമുറ. പിശാചേ നീ ചവിട്ടിക്കോ, നീ എന്നെ മെതിച്ചോ, നീ ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറയുന്ന തലമുറയല്ല. തൊടത്തില്ല. ഒരുത്തന്റെ ശക്തിക്കും ഒരു തിന്മയ്ക്കും ഒരു എതിരിന്റെ കാലുകൾക്കും എന്റെ നേരെ വരാൻ, എന്റെ മീതെ വരാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും കാൽ കീഴെ പോകത്തില്ല. സ്തോത്രം. ഞാൻ ഒരുവന്റെ കാലിൽ കീഴെ അടിമയാകത്തില്ല എന്ന പ്രഖ്യാപനവുമായി പുറത്തു വന്ന ജനറേഷനാണ് ജേക്കബിന്റെ ജനറേഷൻ. അതുകൊണ്ടാണ് അവൻ മരിച്ചപ്പോ അവന്റെ കാല് പോലും, ശ്രദ്ധിക്കണേ, അവന്റെ കാല് പോലും ആരോടും എടുത്ത് കട്ടിലിൽ വെക്കാൻ പറയാതെ, വേറൊരുത്തിനെ കൊണ്ട് അവന്റെ കാല് പിടിപ്പിക്കാതെ, അവൻ തന്റെ കാല് ജനിച്ചപ്പോൾ എതിരാളിയുടെ കാലെ പിടിച്ചാ തുടങ്ങിയതെങ്കിൽ മരിച്ചപ്പോൾ സ്വന്തം കാലെടുത്ത് കട്ടിലിന്മേൽ വച്ച് പ്രാണനെ വിട്ടു. പക്ഷെ അതിന് വിടുന്നതിന് മുമ്പ് അവന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടിയുടെ അഗ്രത്ത് ചാരി നമസ്കരിച്ചു, അല്ലെങ്കിൽ ആ വടിയുടെ അഗ്രത്ത് ചുംബനം ചെയ്ത് അതിൽ ലീൻ ചെയ്താണ് താൻ മരിക്കുന്നത്. ഈസ് ടോക്കിംഗ് അബൌട്ട് ക്രോസ്. ശ്രദ്ധയോടെ കേൾക്കണം.
ഇത് കുരിശിന്റെ ഒരു വെളിപ്പാടാണ്. ഞാൻ യാക്കോബിനെ കുറിച്ച് ഈ കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വരാം. യാക്കോബ് എന്ന് പറയുന്ന ഈ ജനറേഷൻ, ഞാൻ പറഞ്ഞില്ല, ഇസ് എ ക്രൈസ്റ്റ് ജനറേഷൻ, ഇസ് എ ജനറേഷൻ ഓഫ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്, ഇസ് ദ ജനറേഷൻ ഓഫ് ഇമോർട്ടാലിറ്റി, ഇസ് എ ജനറേഷൻ ഓഫ് imperishing generation, is a generation of glory, is a generation of those who are living with God, is a generation of the mercy seat. The lifestyle of Jacob is just like an angelic lifestyle. They're going to live with angels, live like angels. So the most holy place in the representative ആണ് യാക്കോബ്. അപ്പൊ യാക്കോബിനെ കുറിച്ചുള്ള ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകണം. അപ്പൊ ഈ മനുഷ്യൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, നമുക്കറിയാം. താന് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഒരു വടിയുമായിട്ടാണ് പോയത്. ആ വടിയെക്കുറിച്ച് ഒരുപാട് പഠനം ഞങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒറ്റ വാക്കിൽ പറയാം. ഈ വടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ വടി പിടിക്കുന്നത് വൃദ്ധന്മാരാണ്, ബലഹീനരാണ്. പക്ഷെ അന്നാട്ടിൽ വടി പിടിക്കുന്നത് അവകാശികളാണ്. സ്തോത്രം. സർവശക്തനായ തമ്പുരാൻ ആട്ടിടയനായ മോശയോട് പറഞ്ഞു, വടി താഴോട്ടിട്, പാമ്പായി മാറി. വാല പിടിക്ക്, പാമ്പ് വീണ്ടും വടിയായി മാറി. ആട്ടിടയന്റെ വടി പാമ്പായി മാറി കൺവേർഷൻ നടന്ന ട്രാൻസ്ഫോർമേഷനിൽ എത്തിയപ്പോൾ ആ വടി അധികാരത്തിന്റെ വടിയായി. നിങ്ങൾക്കറിയാം, അന്ന് വരെ ആ വടി ഇടയന്റെ വടിയാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ ആ വടി അവകാശത്തിന്റെ വടിയാണ്. താൻ നീട്ടിയാൽ നീട്ടിയതാണ്, സംഭവിച്ചിരിക്കും. സോ ജേക്കബിന്റെ കയ്യിലെ വടിയുണ്ട്. ജേക്കബിന്റെ കയ്യിലെ വടി അന്നത്തെ കാലത്ത് ഒരു വാക്കിൽ ഞാൻ അതിന് ആൻസർ പറയാം. ജേക്കബിന്റെ ഇത് അബ്രഹാമിന്റെ കാലം മുതൽ കൈമാറി വരുന്ന വടികളാണ്. ഇന്ന് നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ വീടുകളിൽ നമ്മുടെ വസ്തുക്കളുടെ ആധാരമുണ്ട്. നമുക്ക് പ്രോപ്പർട്ടിയുടെ ആധാരമുണ്ട്, ഡീഡ്സ് ഉണ്ട്, ബിസിനസ് ഡീലുകളുണ്ട്, പലമായ ഡോക്യുമെന്റ്സ് എല്ലാ വീടുകളിലും ഉണ്ട്. നമ്മളതിനെ ഇ ഫയലായിട്ടും പേപ്പർ ഫയലായിട്ടും ഒക്കെ സൂക്ഷിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് അവകാശവും അധികാരവും ഡീഡ്സും സൂക്ഷിച്ചിരുന്നത് വടികളിലാണ്. വലിയ ബദാമരത്തിന്റെ കൊമ്പാണ്, കേൾക്കണം. വലിയ ബദാമരത്തിന്റെ കൊമ്പെടുത്ത് അതിന്റെ തോല് ചെത്തി അതിന്റെ മുകളിൽ യോധേ വൗഹേ എന്ന് എഴുതും. എല്ലാവരും കേൾക്കണം. ആ വടിയുടെ മീതെ യാഹെന്ന ദൈവത്തിന്റെ പേരെഴുതി അവരുടെ ദൈവത്തിന്റെ നാമം അതിൽ എഴുതിയിട്ട് അതിന്റെ താഴോട്ട് അവകാശത്തിന്റെയും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും മക്കളുടെയും സകല ആസ്തിയുടെയും ബിസിനസിന്റെയും വിവരങ്ങൾ താഴോട്ട് എഴുതി വെക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ പ്രവചനങ്ങൾ, ദൈവിക ദൂതുകൾ, ഇതെല്ലാം ഇതിനകത്തുണ്ടാകും. അബ്രഹാമിന്റെ കയ്യിലിരുന്ന വടിയായത്. അബ്രഹാമിന്റെ കാലശേഷം അബ്രഹാം ഇസ്ഹാക്കിന് കൈമാറി. ഇസ്ഹാക്ക് തന്റെ മരണനാളിൽ അനുഗ്രഹിക്കാൻ വിളിച്ചപ്പോ യാക്കോബ് ഉപായ രൂപേണ ചെന്ന് അനുഗ്രഹം കൈവശപ്പെടുത്തി. അങ്ങനെ അബ്രഹാമിന്റെ കയ്യിലിരുന്ന വടി ഇപ്പോൾ ഇസ്ഹാക്കിന്റെ കയ്യിൽ നിന്ന് യാക്കോബിന്റെ കയ്യിലേക്ക് എത്തി. നിങ്ങൾക്കറിയാമോ, ഇദ്ദേഹം അന്യദേശത്തേക്ക് പോകുമ്പോൾ തന്റെ പിതൃഭവനത്തിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല. ആകെ കൊണ്ടുപോയത് അധികാരവും ദൈവശബ്ദവും പ്രവചനങ്ങളും വാക്തത്വങ്ങളും സ്വർഗത്തിന്റെ ഇടപെടലുകളും നിറഞ്ഞ ഒരു വടി മാത്രമേ തന്റെ കയ്യിലുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയാം, ദൈവത്തിന്റെ മഹിമയ്ക്ക് ഞാൻ പറയാം, നിന്റെ കരങ്ങളിൽ ദൈവവാക്തത്വങ്ങൾ തമ്പുരാനുമായുള്ള ഇടപെടലുകൾ മാത്രമേ മുതലായിട്ടുള്ളൂ. എങ്കിലും യാക്കോബ് പറഞ്ഞൊരു വാക്ക് ഞാൻ കടമെടുത്ത് ആവർത്തിക്കുന്നു. ഞാൻ ഒരു വടിയോടുകൂടെ ഈ നദി കടന്നു. ഇന്ന് ഞാൻ 2 കൂട്ടമായി മാറിയിരിക്കുന്നു. ഒരു വടിക്ക് ഇവനെ 2 കൂട്ടമാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ശ്രദ്ധിക്കണം, ഈ ജനറേഷന്റെ പ്രത്യേകതയാണ്. ഈ ജനറേഷൻ പെരുകുന്ന ജനറേഷനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് ഭയങ്കര ഹൈലി പാൻഡമിക് ജനറേഷനാണ്. കഴിഞ്ഞ നാളുകളിൽ സ്പിരിച്വൽ ട്രൂത്തുകൾ, ഞാൻ ഈ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. കഴിഞ്ഞ നാളുകളിൽ സ്പിരിച്വൽ ട്രൂത്തുകൾ പലരും സ്വീകരിച്ചത് അവരുടെ ബുദ്ധി കൊണ്ട് അളന്നും തിട്ടപ്പെടുത്തിയുമാണെങ്കിൽ, യാക്കോബിന്റെ തലമുറ, അതായത് മോസ്റ്റ് ഹോളി പ്ലേസിൽ സഞ്ചരിക്കുന്ന തലമുറയുടെ റെവലേഷൻസ് കാട്ടുതീ പോലെ പടരാൻ പോവുക. ഇത് എവർ ഇൻക്രീസിങ് ജനറേഷൻ ആണ്. ഇവർ പോകുന്ന ഇടങ്ങളിൽ റാഡിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. പോകുന്ന ഇടങ്ങളിൽ രൂപാന്തരങ്ങൾ സംഭവിച്ചിരിക്കും. ശ്രദ്ധിക്കുക, ഞാൻ ഒത്തിരി പറയുന്നില്ല. ഈ വടിയുമാട് പോയി വാക്തത്വങ്ങൾ എഴുതി, സകല കാര്യങ്ങൾ എഴുതി, ഒടുവിൽ താൻ തിരിച്ചു വരുന്നു. മരിക്കാൻ കിടക്കുമ്പോൾ ഈ വടിയിൽ ചാരി നമസ്കരിക്കുന്നു. ഈ വടിയുടെ മുകളിൽ എന്തെഴുതിയിട്ടുണ്ട്? യൂദ് ഹേ വാവ് ഹേ യാഹുവേ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ അവൻ മുത്തമിടുന്നത് മറ്റൊടത്തല്ല,
താൻ യാഹെന്ന ദൈവത്തെ ചുംബിച്ച് മരിക്കുകയാണ്. ആമേൻ. തുടങ്ങിയത് എതിരാളിയുടെ കാല്, പ്രതിസന്ധിയുടെ കാല്, തിന്മയുടെ കാല്, ശത്രുവിന്റെ കാല്, അടിച്ചമർത്തലിന്റെ കാലുകൾക്ക് എന്റെ തലയ്ക്കുമീതെ വരാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ആരംഭിച്ച ജീവിതം കുരിശിൽ ചുംബിച്ച് അവസാനിക്കുകയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോ മിസ്റ്റിക്സും അവരുടെ ജീവിതം അവസാനിപ്പിച്ചത് കാൽവറിയെ സ്പർശിച്ചിട്ടാണ്. അബ്രഹാം, ഈസഹാക്ക്, യാക്കോബ് ഇവരെല്ലാവരും ക്രൂശിന്റെ വെളിപ്പാടുകളെ കൃത്യമായി പ്രാപിച്ചവരാണ്. ഇതേ വടിയുടെ മുകളിലാണ്, ഇതുപോലൊരു വടിയുടെ മുകളിൽ മിശിഹാ തമ്പുരാൻ ക്രൂശിക്കപ്പെട്ടെന്ന് നമുക്കറിയാം. കാൽവറിയുടെ മലമുകളിൽ, ആ കാൽവറിയുടെ മലമുകളിലും യൂദ്ഹേ വൗഹേ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്, അങ്ങനെ ഒരു എഴുത്തവിടെ ഉണ്ട്. അത് വായിച്ച യഹൂദന്മാർ പറഞ്ഞു ഇത് മായ്ച്ചു കളയണം. എന്താ യഹൂദന്മാർ ഈ പ്രഖ്യാപനം മായ്ച്ചു കളയുവാൻ, തിരുത്തുവാൻ ആവശ്യപ്പെട്ടത്? പീലാത്തോസ് അതിന് മറുപടി പറഞ്ഞു, എഴുതിയത് എഴുതി എന്ന് പറഞ്ഞാൽ ഇനി ഇത് മായ്ക്കത്തില്ല, എഴുതിയത് എഴുതിയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക പ്രിയരെ, എന്തുകൊണ്ടാണ് യഹൂദന്മാർ ഈ എഴുത്ത് മായ്ക്കാൻ പറഞ്ഞത്? നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് ഈ തലക്കെട്ട് മായ്പാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം എബ്രായ ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശിവ ഹനസ്ട്രി വഹ്മലക് ഹയൂദാം എന്നാണ്. യേശിവ ഹനസ്ട്രി വഹ്മലക് ഹയൂദാം എന്ന് പറഞ്ഞാൽ യേശു, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അതിനകത്ത് ആദ്യത്തെ അക്ഷരം പെറുക്കിയെടുത്തു. യേശിവായുടെ വൈയും ഹനാസ്ട്രിയുടെ എച്ചും വഹ്മേലേക്കിന്റെ വിയും ഹയൂദാത്തിന്റെ എച്ചും എടുത്തപ്പോൾ YHVH എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ തലയുടെ മീതിൽ എഴുതിയിരിക്കുന്ന ലെറ്റർ യഹോവ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരിക്കുന്ന ആ ബോർഡിൽ യഹൂദൻ നോക്കിയപ്പോൾ കണ്ടത് യാഹ് തൂങ്ങിക്കിടക്കുന്നെന്നാണ്. മായ്ക്കാൻ പറഞ്ഞു. ഇത് തന്നെയാണ് യാക്കോബിൽ സംഭവിച്ചത്. യാക്കോബ് മരിക്കുമ്പോൾ, യാക്കോബിന്റെ വടിയിൽ ചാരി മരിക്കുമ്പോൾ ആ വടിയുടെ മുകളിൽ യൂദ്ഹേ വൗഹേ യാഹുവേ എന്ന നാമം അവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കുക, ഞാൻ ഈ തലമുറയെ കുറിച്ച് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വലിയൊരു മനുഷ്യനാണ് ഇദ്ദേഹം. കിണറിനരികിൽ ഉള്ള ആളാണ്. ഈസ് എ മാൻ ഓഫ് ദ വെൽ. അദ്ദേഹം ആരംഭിച്ചത് കിണറിനരികിൽ, യാത്ര തുടരുന്നത് കിണറിനരികിൽ, എത്തിയത് യാബോക്കിന്റെ തീരത്ത്. യാബോക്കിന്റെ തീരത്തെത്തുമ്പോൾ ഇവൻ ദൈവത്തോട് വല്ലുപിടിച്ചു. നമുക്കറിയാം, യഹോവയായ ദൈവം അവന്റെ പേര് മാറ്റി. അവന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. എല്ലാരും കേൾക്കണം, ഇസ്രായേൽ. ഇസ്രായേൽ എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രഭു എന്നാണ്. ദൈവത്തിന്റെ പ്രഭു. എന്നാൽ ഇസ്രായേൽ എന്ന പദത്തിന്റെ വാക്കുകളെ നമ്മൾ അക്ഷരങ്ങൾ എടുത്താൽ യോദ് സേർ എന്നാണ്. ഏൽ, യോദ് സേർ ഏൽ. യോദ് എന്ന് പറഞ്ഞാൽ കൈ, സേർ എന്ന് പറഞ്ഞാൽ തല, ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. ശ്രദ്ധയോടെ കേൾക്കുക. യോദ് എന്ന് പറഞ്ഞാൽ കയ്യ്, യോദ് എന്ന് പറഞ്ഞാൽ കയ്യ്, സേർ എന്ന് പറഞ്ഞാൽ തല, ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. യോദ് സേർ ഏൽ, ഇസ്രായേൽ. അർത്ഥം ഇത്രയേ ഉള്ളൂ. തമ്പുരാന്റെ അടുക്കൽ പ്രാർത്ഥിച്ച്, ഓ മൈ ഗുഡ്നസ്, ദൈവസന്നിധിയിൽ വീണ് നിലവിളിച്ച് തമ്പുരാന്റെ കാലെ കയറി പിടിച്ച്, അല്ലെങ്കിൽ അവനെ പറ്റിപ്പിടിച്ച്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്ന ഒരു ജനറേഷൻ. അബ്രഹാം അങ്ങനെ ചെയ്തിട്ടില്ല. ഇസഹാക്ക് വഴി പോയിട്ടില്ല. യാക്കോബ് ദൈവത്തെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആടുണ്ട്, മാടുണ്ട്, ഒട്ടകമുണ്ട്, ബാല്യക്കാരുണ്ട്, പൊന്നുണ്ട്, വെള്ളിയുണ്ട്, കൂട്ടമായ സമ്പത്തുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടത് അങ്ങയുടെ അനുഗ്രഹമാണ്, അങ്ങയുടെ എൻകൗണ്ടർ ആണ്. അങ്ങുമായിട്ടാണ് എനിക്ക് ബന്ധം വേണ്ടത്. അങ്ങാണ് എന്റെ അനുഗ്രഹം, അങ്ങാണ് എന്റെ സമ്പത്ത്, അങ്ങാണ് എന്റെ ആശ്വാസം. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എന്താ പറഞ്ഞു തീർക്കണം? ശ്രദ്ധയോടെ കേൾക്കണം. സർവശക്തൻ പറഞ്ഞു, നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. എന്ന് പറഞ്ഞാൽ നീ നിന്റെ കൈകൊണ്ട് കുതികാല് പിടിച്ച് ആരംഭിച്ചവനാണ്. നീ നിന്റെ കൈകൊണ്ട് കുതികാല് പിടിച്ച് ഒരുത്തനും എന്റെ തലയ്ക്ക് മീതെ കാല് ഉയർത്താൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ആരംഭിച്ചവനോട് തമ്പുരാൻ യാബോക്കിന്റെ തീരത്ത് വെച്ച് പറയുകയാണ്, നിന്റെ കൈകൊണ്ട് നീ അന്ന് അവന്റെ കാൽ പിടിച്ചു, ഇന്ന് അതേ കൈകൊണ്ട് നീ യഹോവയായ ദൈവത്തിന്റെ തല നിനക്ക് നേരെ തിരിച്ചു. യോദ് സർ ഏൽ എന്ന വാക്കിനർത്ഥം കൈകൊണ്ട് ദൈവത്തിന്റെ തല തിരിച്ചവൻ എന്നാണ്. സ്തോത്രം.
കൈകൊണ്ട് കാല് പിടിച്ചവൻ എന്ന് പറഞ്ഞ് തുടങ്ങി. ഓ, കൈകളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. കൈകൊണ്ട് കാല് പിടിച്ചവൻ എന്നായിരുന്നു പേരെങ്കിൽ ദാണ്ടിപ്പോൾ കൈകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന്റെ മുഖം തനിക്കു നേരെ തിരിച്ചവൻ എന്ന് അവന് പേരായി. എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ തലമുറ ഇനി ഏത് സ്ഥലത്ത് പോയാലും അത്യുന്നതന്റെ തല അവന് നേരെ തിരിയും. ശ്രദ്ധിച്ചോ, അവർ ബാബിലോണിൽ ചെന്നാൽ യാഹ് അങ്ങോട്ട് തിരിയും. അവർ അശ്ശീരിയയിൽ ചെന്നാൽ യാഹ് അങ്ങോട്ട് തിരിയും. അവരെ ആര് പീഡിപ്പിക്കുന്നോ അവിടേക്ക് ദൈവം തന്റെ മുഖം തിരിക്കുകയാണ്. ഒരു മനുഷ്യൻ കാരണം ഒരു ജനറേഷൻ മുഴുവൻ ഉരുവായി വരിക. വേണമെങ്കിൽ കുറിച്ചു വെച്ചോ, ഒരുത്തന് കിട്ടിയ പേര് തലമുറയുടെ പേരായി മാറി, ജാതിയുടെ പേരായി മാറി. ഈ മിസ്റ്റിക്കൽ സ്കൂളിൽ ഇരിക്കുന്നവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, ഇന്ന് നിങ്ങളും ഞാനും പോകുന്ന ഈ പാത ഒരു വലിയ ദൈവികമായ ഇടപെടലിന്റെ പാതയാണ്, ഒരു എൻകൗണ്ടറിന്റെ പാതയാണ്. നമുക്ക് സംഭവിക്കാൻ പോകുന്ന പരിവർത്തനങ്ങൾ ഒരു തലമുറയായി മാറുന്ന നാളുകൾ വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥനയുടെ മണ്ഡലത്തിൽ ദൈവത്തിന്റെ മുഖം തിരിക്കുന്ന തലമുറ. ഓ ശ്യാം ദലരബഹോഷ്യ. യാബോക്കിൽ വെച്ച് അവൻ അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെ അറിയാമോ? തമ്പുരാനെ തന്റെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചു, ദൈവത്തിന്റെ ശ്രദ്ധ തങ്കിലേക്ക് തിരിച്ചു, ദൈവത്തിന്റെ മുഖം തങ്കിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ, ഓ ഐ ലവ് ദാറ്റ് വേർഡ്. ദാറ്റ് മീൻസ് he became face to face with God. Face to face with God means യാക്കോബും മഹാദൈവവും ഒന്നായി മാറി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന വാക്കിന്റെ അർത്ഥം പ്രോസ് എന്നാൽ വിത്ത് ഗോഡ് എന്നല്ല, ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്. പിതാവായ ദൈവത്തോട് എങ്ങനെയായിരുന്നോ അനാദിയായി പുത്രൻ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പിലായത്, അതേ അവസ്ഥയിൽ യാബോക്കിന്റെ തീരത്ത് വെച്ച് യാക്കോബ് ദൈവത്തെ തന്നിലേക്ക് തിരിച്ചിട്ട് പറഞ്ഞു, ടുഡേ ഐ ആം ഗോയിങ് ടു ഹാവ് എൻ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഫേസ് to face relationship, face to face relationship. That is the most intimate relationship in the world. Amen, 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 amen. Hallelujah. ദൈവത്തോട് മുഖാമുഖമായി ദൈവത്തിന്റെ മുഖം തങ്കിലേക്ക് തിരിച്ചു, ദൈവത്തിന്റെ മുഖം തനിക്ക് നേരെ തിരിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും ദൈവവും മുഖാമുഖമായ ബന്ധത്തിലാണ്. I am going to have a face to face relationship with God. That happened on the river shore of യാബോക്കിന്റെ തീരത്ത് അത് സംഭവിക്കുകയുണ്ടായി. Amen. That is Jacob. That is the most intimate relationship. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ, that is a contemplative relationship. That is the oneness. That is one with God. Nobody can change it. ദൈവവും ഞാനും ഒന്നായിരിക്കുകയാണ്. കാരണം ദൈവവുമായി ഞാൻ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പിലാണ്. ഈ ഒരു അനുഭവത്തിൽ പോകുന്ന എത്ര ദൈവമക്കളിനകത്തുണ്ട്? ഒന്നുകൂടെ ഞാൻ പറയാം, വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നീ പോകുമ്പോൾ നീ ദൈവത്തെ കാണാനല്ല പോകുന്നത്, നീ ദൈവത്തോടു കൂടെ ഒന്നാകാനാണ് പോകുന്നത്. നീയും ദൈവവും പിന്നെ രണ്ടല്ല. മോസ്റ്റ് ഹോളി പ്ലേസിൽ ഒറ്റ വ്യക്തിക്ക് ഇരിക്കാൻ സ്ഥലമുള്ളൂ. only one chair. Only one chair in the most holy place. That is mercy seat. That means അത് അത്യുന്നതൻ വസിക്കുന്ന സ്ഥലമാണ്, അത്യുന്നതന്റെ ഇരിപ്പിടമാണ്. അവിടെ ഒറ്റയാൾക്ക് ഇരിക്കാൻ പറ്റൂ. അങ്ങനെങ്കിൽ അവിടെ ചെല്ലുന്നവരെല്ലാവരും ദൈവവുമായി ഏകത്വത്തിലെത്തുകയാണ്, ഒന്നായി മാറുകയാണ്, ഡിവൈൻ യൂണിയനിലെത്തുകയാണ്. പരിശുദ്ധ സ്ഥലത്തെത്തുന്ന സകല വ്യക്തികളും ദൈവത്തോടുകൂടെ ഒന്നായി മാറുകയാണ്. ഞാൻ പറഞ്ഞ ആശയം വ്യക്തമാകുന്നുണ്ടോ? യാക്കോബ് ദൈവത്തിന്റെ മുഖം തന്നിലേക്ക് തിരിച്ചു എന്ന് പറയുമ്പോൾ ദൈവവും യാക്കോബും മുഖാമുഖമായി കണ്ടു. അതുകൊണ്ടാണ് താൻ അവിടെ വിളിച്ചു പറഞ്ഞത്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും മരിച്ചില്ല. സ്തോത്രം. മുഖാമുഖമായി കണ്ടു എന്ന് മാത്രമല്ല, യാക്കോബും ദൈവവും മുഖാമുഖമായി ഒന്നായി മാറി. Listen to me, this is an ancient path. We are dealing with the ancient path of the saints, ancient spirituality. Amen. അപ്പൊ യാക്കോബും ദൈവവും മുഖാമുഖമായി. ഇവിടെ ശ്രദ്ധിക്കൂ, ഇദ്ദേഹം എന്തിന്റെ റെപ്രസെന്റേഷൻ ആണ്? മോസ്റ്റ് ഹോളി പ്ലേസിന്റെ റെപ്രസെന്റേഷൻ ആണ്. മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു തിരശീലയുണ്ട്, തിരശീല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം,
ഈ തിരശീലയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ തിരശീല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേഹത്തെ സൂചിപ്പിക്കുന്നതാണ്. ആമേൻ. ദേഹം. കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു വാതിൽ. ഇവിടെ പറഞ്ഞു, ഞാനാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴി എന്ന് പറയുന്നത് ഗേറ്റ്, സത്യം എന്ന് പറയുന്നത് ഡോറ്, ജീവൻ എന്ന് പറയുന്നത് തിരശീല. വഴിയിൽ എത്തിയാൽ നിങ്ങൾ പ്രാകാരത്തിൽ പ്രവേശിക്കുന്നു, സത്യത്തിൽ എത്തുന്നവർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നു, ജീവനിലേക്ക് വരുന്നവർ ആദി പരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ ഈ ടെമ്പിളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഗോഡ് ഡ്വൽസ് ഇൻ us. നിങ്ങൾ വിചാരിക്കും എന്തിനായി ടാബർനാക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ടാബർനാക്കിൾ, പുതുനിയമത്തിലെ ടാബർനാക്കിൾ നമ്മളാണ്, പുതിയ നിയമത്തിലെ ആലയങ്ങൾ നമ്മളാണ്. ദൈവം നമ്മിലാണ് വസിക്കുന്നത്. അപ്പൊ ദൈവം നമ്മിൽ വസിക്കുന്നത് മോസ്റ്റ് ഹോളി പ്ലേസിലാണ്. സോ നാം ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് സം ബിൽഡിംഗ്, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് യു. നിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളാണ് അതിന്റെ ആളുകൾ. ശ്രദ്ധിക്കാം. ഇനി ഇതിനകത്തൊരു വലിയ രഹസ്യമുണ്ട്. രഹസ്യം ഇതാണ്. ഈ മറിയെ കുറിച്ചൊരു പഠനത്തിൽ, ഞാനത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ക്രിസ്തുമസിന്റെ സമയത്ത് പറഞ്ഞാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നുകൂടെ പറയാം. ഈ മറിയ എന്ന് പറയുന്ന പെൺകുഞ്ഞ് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് തോറ പഠിച്ച് ആലയത്തിൽ നിന്ന് അവൾ പുറത്തേക്ക് പോകുമ്പോൾ പുരോഹിതന്മാരാണ് ഇവൾക്ക് വിവാഹ ആലോചനകള് ആലോചിക്കുകയും ജോസഫിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യും, വിവാഹത്തിന് ഒരുക്കുകയും ചെയ്യും. ഈ യെറുശലേം ദേവാലയത്തിൽ, ഞാൻ ഈ പറഞ്ഞത് വെരി ഇൻഫോർമേറ്റീവ് ആണ്. യെറുശലേം ദേവാലയത്തിന്റെ തിരശീല ഉണ്ടാക്കുന്നത് 84 പെൺകുട്ടികളാണ്. 84 വെർജിൻ ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള, ബുദ്ധിശാലികളായിട്ടുള്ള പെൺകുട്ടികളെ കൊണ്ടാണ്, വെർജിൻ ആണോന്നില്ല കേട്ടോ, സോറി, 84 പെൺകുട്ടികളെ കൊണ്ടാണ് ജെറുസലേം ദേവാലയത്തിന്റെ തിരശീലകൾ തുന്നുന്നത്. അപ്പൊ ഒരു വർഷം 2 തിരശീല, ഒരു വർഷം 2 തിരശീല ഈ ആളുകൾ തുന്നും. ഈ തിരശീല ഭയങ്കര സ്ട്രോങ് ആണ്. ഏകദേശം ചില പറയുന്നത് 9 ഇഞ്ച് മുതൽ 18 ഇഞ്ച് വരെ കനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത്രയും കനം കാണുക. തിരശീലയുടെ കനം കീറാൻ പറ്റില്ല. ഒരു 120 കാളയെ ഒരു സ്ഥലത്തും 120 കാളയെ മറു സൈഡിലും വലിയ വടം കൊണ്ട് ബന്ധിച്ച് ഇതിന്റെ നടുവിൽ തിരശീലയെ വെച്ച് കെട്ടി ഈ 240 കാളകൾ ഇരുവശങ്ങളിലും വലിക്കുമ്പോൾ ആണ് ഈ തിരശീല സ്ട്രോങ് ആണെന്ന് തെളിയുന്ന. അത്ര സ്ട്രോങ് ആണ്. 2 തിരശീലകളാണ് 84 കുട്ടികൾ, സ്ത്രീകള് അവര് ഉണ്ടാക്കുന്നത്. കേൾക്കുക. അപ്പൊ ഈ തിരശീല ഉണ്ടാക്കുവാൻ നിയോഗിക്കപ്പെടുന്നതിൽ 7 പേര്, 84-ൽ 7 പേര് ഇതില് പ്രധാന ചുമതല വഹിക്കേണ്ട ആളുകളാണ്. ഞാനിത് ഈ ചരിത്രം ഞാൻ യഹൂദന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. അപ്പൊ ഇതിനകത്ത് ഈ പെൺകുച്ചുങ്ങള് ഇത് ഉണ്ടാക്കും. തെരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖരായ 7 പേരിൽ ഒരാൾ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയായിരുന്നു. അപ്പൊ മറിയയുടെ ജോലി ജെറുസലേം ദൈവാലയത്തിനകത്ത് തിരശീല തുന്നുന്ന ജോലിയായിരുന്നു. നിങ്ങൾ കേൾക്കണം, ഇതിനകത്ത് ഒരു പ്രധാന ട്രൂത്ത് കിടക്കുക. അപ്പൊ യേശുക്രിസ്തു ഈ മറിയയുടെ ഉദരത്തിൽ ഭൂജാതനായി ഗർഭിണിയായിരിക്കെ തന്നെ ഇവൾ തുന്നൽ പണിക്ക് പോവുകയായിരുന്നു. അതായത് ഗർഭിണിയായിരിക്കുമ്പോഴും ജെറുസലേം ആലയത്തിനകത്ത് തിരശീല തുന്നുവാനുള്ള ജോലി അവൾ ചെയ്തുകൊണ്ടിരുന്നു. പ്രധാന രഹസ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇവളുടെ ഉദരത്തിൽ വളരുന്ന ആളിന്റെ വെളിപ്പാടാണ്. അതായത്
ദൈവാലയത്തിനകത്തെ തിരശീല ക്രിസ്തുവിന്റെ ദേഹമാണ്. ആ ക്രിസ്തുവിന്റെ ശരീരം, യേശു ക്രിസ്തുവിന്റെ ശരീരം മറിയയുടെ ഗർഭത്തിൽ വളരുമ്പോൾ അവൾ ആലയത്തിനകത്തിരുന്ന് തിരശീലകൾ തുന്നുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അമ്മ തിരശീല തുന്നിത്തുടങ്ങി. അമ്മയുടെ പുത്രൻ മരിക്കുന്നതിന്റെ അന്ന്, അല്ലെങ്കിൽ മിശിഹ വയറിൽ ജനിക്കുമ്പോൾ ഇവൾ തുന്നിയതാണെങ്കിൽ, മശിഹ ക്രൂശിൽ മരിച്ചപ്പോൾ ഈ അമ്മ തുന്നിയ തിരശീല മുകൾ തൊട്ട് താഴേക്ക് കീറിപ്പോയി എന്ന് പറഞ്ഞാൽ, it is connected with that veil. The body of Christ is that veil. Amen. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ക്യാരി ചെയ്തുകൊണ്ട് ഇവിടുന്ന് തുന്നുന്നു. അതേ ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രൂശിൽ വെച്ച് ജീവൻ വെടിയുമ്പോൾ ആ തിരശീല മുകൾ തൊട്ട് താഴേക്ക് ചിന്തിപ്പോവാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇവിടെയാണ് മോസ്റ്റ് ഹോളി പ്ലേസ്. മോസ്റ്റ് ഹോളി പ്ലേസിൽ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ വെളിപ്പാടിരിക്കുന്നത് ഈ അതിപരിശുദ്ധ സ്ഥലത്താണ്. ഇനി ശ്രദ്ധിക്കണം, ഈ യോഹന്നാന്റെ സുവിശേഷം is a mystical gospel. The gospel of John is a mystical gospel. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ പിടി കിട്ടുന്നുണ്ട്? ഇതിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഗോസ്പൽ ഓഫ് ജോണിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. 1 മുതൽ 12 വരെ ഒരു ഭാഗവും 13 മുതൽ 21 വരെ രണ്ടാമത്തെ ഭാഗവും. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ലോക സ്ഥാപനത്തിന് മുമ്പ്, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പിതാവിനോടുകൂടെ മുഖാമുഖമായിരുന്ന ദൈവപുത്രൻ, അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ചിത്രമാണ് നമ്മൾ കണ്ടു. പറഞ്ഞാൽ അതിപരിശുദ്ധ, ഇത് വളരെ ശ്രദ്ധിക്കണം, അതിപരിശുദ്ധ സ്ഥലത്ത് വസിച്ച ദൈവപുത്രൻ. ദൈവപുത്രൻ വസിച്ചത് മോസ്റ്റ് ഹോളി പ്ലേസിലാണ്, പിതാവിനോടുകൂടെ ഒന്നായിരുന്നവൻ. അവിടെ നിന്ന് പാപികളായ മനുഷ്യർ അടുത്തു വരാൻ കഴിയാതെ പാർക്കുന്ന പാളയത്തിലേക്കുള്ള ഇറങ്ങിവരവാണ് യോഹന്നാൻ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. എന്തെങ്കിലും പിടികിട്ടിയോ? ഞാൻ ശാന്തമായിട്ട് പറയാം. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ യേശു പിതാവിന്റെ കൂടെയാണ്. അത് മോസ്റ്റ് ഹോളി പ്ലേസ്. ഇത് കേൾക്കണം, മോസ്റ്റ് ഹോളി പ്ലേസ് പുറത്തു വരണമെങ്കിൽ തടസ്സം നിൽക്കുന്നത് തിരശീല. നിങ്ങളുടെ മൻഡിൽ ആ പിക്ചർ ഉണ്ടെന്നേ, ഒരു തിരശീലയുണ്ട്. ആ തിരശീല ക്രോസ് ചെയ്യാതെ വരാൻ പറ്റില്ല. പക്ഷെ യേശു എന്ത് ചെയ്തു? യേശു മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ തിരശീല കീറിയില്ല. ആമേൻ. അതായത് ക്രിസ്തുവിന്റെ ഭൂമിയിലെ വരവിൽ യേശു തിരശീലയെ കീറിയില്ല, മറിച്ച് ആ തിരശീലയെ ദേഹമാക്കി, ശരീരമാക്കി ഉടുത്തു. അദർശ്യനായ ദൈവം ആ തിരശീലയെ ദേഹമാക്കി മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന്, ഓ ഹല്ലേലൂയ, വിശുദ്ധ മന്ദിരത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തു. ആ ചിത്രം മനസ്സിലാക്കിയാൽ അറിയാതെ നമ്മൾ സ്വതന്ത്രം പറഞ്ഞു. കൃപാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ, അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത തടസ്സമായി നിൽക്കുന്ന തിരശീലയെ അവഗണിക്കാതെ തിരശീലയെ ദേഹമാക്കി മാറ്റി, തിരശീലയെ ദേഹമാക്കി ഉടുത്തോണ്ട് വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് വന്നു. വരുമ്പോഴേ കാണുന്നത് പുകയുന്ന ധൂപപീഠമാണ്. യേശുനാഥൻ ആദ്യം വെളിപ്പെടുമ്പോൾ കാണുന്നത് യോർദാന്റെ തീരത്ത് പ്രാർത്ഥിക്കുന്ന ക്രിസ്തു, അതിനുശേഷം ഉപവസിക്കുന്ന ക്രിസ്തു. അവൻ ധൂപപീഠമാണെന്ന് തെളിഞ്ഞു. കുറച്ചങ്ങോട്ട് പോയപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പം ഇരിപ്പുണ്ട്. യേശു പറഞ്ഞു, അത് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധാന്തര മന്ദിരത്തിലെ ഓരോ രഹസ്യങ്ങൾ താനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെളിപ്പെട്ടു വരികയാണ്. തൊട്ടടുത്ത് ഒരു സ്തോത്രം, ഇത് വളരെ പ്രധാനപ്പെട്ട റെവലേഷൻ ശ്രദ്ധിക്കുക. തൊട്ടടുത്ത് ഒരു വിളക്ക് കത്തുന്നുണ്ട്. ആ വിളക്ക് പ്രകാശത്തെ കൊടുക്കുന്നു. മിശിഹ ഒരു പാപിനിയായ സ്ത്രീ അരിയിൽ കൊണ്ടുവന്നു. അവളുടെ പാപത്തെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടിട്ട് കൂടെ നിന്ന ജനത്തോടും അവളോടും പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ
ലോകത്തിന്റെ വെളിച്ചമാകുന്നു. സ്തോത്രം. അങ്ങനെ വിശുദ്ധ മന്ദിരത്തിലെ പ്രാർത്ഥനാ ധൂപപീഠവും കാഴ്ചയപ്പത്തിന്റെ മേശയും നിലവിളക്കും ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ദേഹം ചൂടി ഇറങ്ങി വരിക. ഇനി വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വെളിയിലോട്ട് പോകണമെങ്കിൽ ഒരു ഡോറുണ്ട്. കർത്താവ് യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാനാകുന്നു വാതിൽ. ഓ, ഞാൻ ആകുന്നു വാതിൽ എന്ന് പറഞ്ഞാൽ ഞാൻ തിരശീല ഉടുത്തു വന്നിട്ട് പറയാ ഞാനാകുന്നു വാതിൽ എന്ന് പറഞ്ഞ് യോഹന്നാൻ 10-ൽ അവൻ പുറത്തേക്ക് വരുന്നു. 11-ാം അധ്യായത്തിൽ അവൻ കാണുന്നത് മരണമാണ്. നമുക്കറിയാം, പ്രാകാരത്തിൽ മരണം മാത്രമേ ഉള്ളൂ, രക്തം ചിന്തലാണ്. ക്രിസ്തു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ് യേശു ലോകത്തിലേക്ക് മരണത്തിലേക്ക് സ്റ്റെപ്പിൻ ചെയ്തു. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ പിക്ചർ മനസ്സിലായി? അതിപരിശുദ്ധ സ്ഥലത്തിരുന്നവൻ ദേഹമെന്ന തിരശീല ഉടുത്ത് പ്രാർത്ഥിക്കുന്നവനായി, ലോകത്തിന്റെ അപ്പമായി, ലോകത്തിന് വെളിച്ചമായി ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് പുറത്തു വന്നു. പുറത്തു വന്നിട്ട് നേരെ അവൻ അതിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ്, ആ ഡോറ് ഞാനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവർ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അവനാണ് ഡോർ എന്ന് പറഞ്ഞു. ഇത് സ്വർഗത്തിന്റെ മാതൃക. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്തോണം, താഴെ ഇരിക്കുന്ന ഈ ദൈവപീഠം സ്വർഗത്തിലുള്ള ഒറിജിനലിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ്. അങ്ങനാണെങ്കിൽ സ്വർഗത്തിന്റെ സ്പിരിച്വാലിറ്റിയും ഇതിന്റെ ഒറിജിനലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോർ ഉണ്ടെങ്കിൽ അവിടെയും ഒരു ഡോർ ഉണ്ട്, ഇവിടെ ഒരു വെയിൽ ഉണ്ടെങ്കിൽ അവിടെയും ഒരു വെയിലുണ്ട്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗേറ്റിനെ കുറിച്ചല്ല, അവിടുത്തെ ഗേറ്റിനെ കുറിച്ചാണ്. നീ സ്തോത്രം ചെയ്യുമ്പോൾ, നീ വോർഷിപ്പ് ചെയ്യുമ്പോൾ, നീ എന്നയാൾ ബലിപീഠത്തിൽ ദൈവസന്നിധിയിൽ യാഗമായി മാറുമ്പോൾ ആ തീജ്വാല ദൈവദൂതന്മാർക്ക് കയറാനും ഇറങ്ങാനും ആമേൻ ഇടവരുത്തുന്ന സ്വർഗത്തിന്റെ പോർട്ടലിനെ ഓപ്പൺ ചെയ്യുക. ഞാൻ ഒരു പ്രാവശ്യം ആവർത്തിച്ച് പറയാം, 1 മണിക്കൂർ എവിടെങ്കിലും ഇരുന്ന് ദൈവത്തിന് നന്ദി പറയുന്ന സ്വഭാവം നിനക്കുണ്ടോ? നിന്റെ മീതെ ദൂതൻ കയറുന്നതും ഇറങ്ങുന്നതും നിനക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. കഴിഞ്ഞ ദിവസം, ഇന്നലെ, ഇത് ഞാനിപ്പോ പബ്ലിക്കിൽ പറയുന്നു, തെളിവ് എനിക്ക് നിരത്താൻ അറിയത്തില്ല. ഞാനിത് സ്ഥലത്തിരിക്കുകയാണ്. ഇന്നലെ മീറ്റിങ്ങിന് ശേഷം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ലൈറ്റ് ഇതുപോലെ തന്നെ കത്തുന്നുണ്ട്. എന്റെ പുറകിലൂടെ 2 വ്യക്തികൾ ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു എന്റെ കുഞ്ഞുങ്ങൾ ആരണ്ട് വന്നതാണെന്ന്. സൂക്ഷ്മമായി നോക്കിയപ്പോൾ വാതിൽ അടച്ചിട്ടുണ്ട്, ആരും ഇവിടെയില്ല. ടെക്നൊന്ന് പോയി, 2 പേരിങ്ങനെ പോയി. നമ്മുടെ കൂട്ടത്തിലുള്ളൊരു സഹോദരൻ ഇന്ന് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ 2 ദൈവദൂതന്മാര് ആ മുറിക്കകത്ത് വന്നത് ഞാൻ ദർശനം കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അവരെ ഞാനും കണ്ടു, ഒന്ന് പാസ് ചെയ്ത പോലെ കണ്ടു. ഞാൻ വിശ്വസിക്കുന്നു വെറുതെ അല്ലിത്, ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്നത്, മഹിമയോടെ ചലിക്കുന്നത് നമ്മൾ കാണാൻ പോവാ. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്തേര്. കാരണം നീ എന്ന ബലിപീഠത്തിൽ ഉയരുന്ന ധൂപം ദൂതന്മാർക്ക് കയറാനും ഇറങ്ങാനുമുള്ള ഗോവേണിയായി മാറുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളും ഞാനുമാണ് സ്വർഗത്തിന്റെ ഗേറ്റ് വേ. എനിത് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇതൊരു വലിയ മർമ്മമാണ്. ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി വരിക. വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോ ജീസസ് 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 ജീസസ്. He was seeing the death, he was seeing the blood shedding, sinners, അഴുക്കുള്ളവർ, മുറിവുള്ളവർ. അവൻ പുറത്തേക്ക് വന്നു, സകല ആളുകളെ സൗഖ്യമാക്കി, സകലർക്കും സുഗന്ധം വരുത്തി. നോക്കൂ, മോസ്റ്റ് ഹോളി പ്ലേസിൽ ഇരുന്നയാള് ഇപ്പോൾ ദാണ്ടേ തിരശീല ഉടുത്ത് വിശുദ്ധാന്തർ മന്ദിരത്തിലെ ജീവന്റെ അപ്പമായി, ലോകത്തിന്റെ വെളിച്ചമായി, പ്രാർത്ഥനയുടെ ദീപമായി പുറത്തിറങ്ങി യാഗപീഠത്തിന്റെ അരിയിലേക്ക് വരിക. അവിടെ വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്, അവിടെ എന്തുണ്ട്? താമ്രത്തൊട്ടിയുണ്ട്, ബലിപീഠമുണ്ട്. ഇനി ശ്രദ്ധിക്കണം, താമ്രത്തൊട്ടി, ബലിപീഠം, ചുറ്റുപാടും ആർക്കും വേണ്ടാത്ത കുറെ പാപികൾ, അകത്തോട്ട് പ്രവേശനം നിഷേധിച്ചവർ. ദൈവപുത്രൻ അവരോടൊപ്പം സമയം ചെലവിട്ടു. എന്നിട്ട് 13-ാം അധ്യായം ഇനി നിങ്ങൾ വായിക്കണം. 13-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 13:1 ഇങ്ങനെ പറഞ്ഞു, ഞാൻ പിതാവ് തന്നെ സകലം ഏൽപ്പിച്ചിരിക്കുന്നു, താൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നുവെന്നും അവിടേക്ക് മടങ്ങി പോകുന്നുവെന്നും. നോക്കിക്കേ, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നവനെയാണ് കാണുന്നതെങ്കിൽ 13-ൽ സകലതും തീർത്ത് അങ്ങോട്ട് തിരിച്ചു പോവുക. ശ്രദ്ധിക്കേ, ക്രൂശീകരണം യേശു ഇങ്ങോട്ട് വന്നപ്പോൾ സംഭവിച്ചതല്ല, യേശു ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ സംഭവിച്ചതാണ്. ഇത് ഒരു ഡൈനാമിക് റെവലേഷൻ ആണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ മൈൻഡ് ബ്ലോയിങ് ആണ്. അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ മരണം സംഭവിച്ചില്ല, അങ്ങോട്ട് പോയപ്പോഴാണ് മരണം സംഭവിച്ചത്.
കാരണം ക്രിസ്തുവിന്റെ മടങ്ങിപ്പോക്കിലാണ് അവന് ക്രൂശ് സഹിക്കേണ്ടി വന്നത്, മടങ്ങിപ്പോക്കിലാണ് നിന്ന സഹിക്കേണ്ടി വന്നത്, മടങ്ങിപ്പോക്കിലാണ് കഷ്ടത സഹിക്കേണ്ടി വന്നത്. കാരണം പറയാൻ പോവുക, ശ്രദ്ധിക്കൂ. 13 പറയുന്നു, പിതാവിങ്കിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാനുള്ള സമയം വന്നിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അവൻ ഒരു റൂമാലെടുത്ത് അരയിൽ കെട്ടി കാല് കഴുകാൻ തുടങ്ങി. കാരണം പ്രാകാരത്തിൽ ഗേറ്റിന്റെ തൊട്ടടുത്ത് താമ്രത്തൊട്ടി ഇരിപ്പുണ്ട്, കൈകാലുകൾ കഴുകാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു, ജീസസ് ക്രിസ്തു. പുരോഹിതന്മാർ സ്വന്തം ശരീരവും കൈകാലുകളും കഴുകാൻ ഉപയോഗിക്കുന്ന താമ്രത്തൊട്ടിയിൽ മിശിഹാ തമ്പുരാൻ ഒരു ദാസന്റെ രൂപമെടുത്ത് അവിടെ നിന്ന് വെള്ളമെടുത്ത് ശിഷ്യവൃന്ദത്തിന്റെ കാല് കഴുകാൻ തുടങ്ങി. ഓ ജീസസ്, ശിഷ്യവൃന്ദത്തിന്റെ കാല് കഴുകാൻ തുടങ്ങി. വിരിച്ചൊരുക്കിയ മാളിക മുറിയിലെ ഒരുക്കപ്പെട്ട പെസഹ യാഗപീഠത്തെ കാണിക്കുന്നു. പെസഹ അവൻ ആചരിച്ച് അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. നിങ്ങൾ നോക്കിക്കേ, തിരിച്ചുള്ള യാത്രയിൽ നമുക്ക് യേശുവിനെ വീണ്ടും ദർശിക്കാൻ കഴിയും. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ കർത്താവ് പറയാ, ഞാൻ അങ്ങോട്ട് 14-ാം അധ്യായത്തിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇത് ശ്രദ്ധിക്കണം, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതൊരു ഒരു ബൈബിൾ സ്റ്റഡിയാണ് ഞാൻ വിചാരിക്കും. ഇതൊരു ഒരു റെവലേഷൻ, അതിന്റെ ഹൃദയത്തിനകത്തേക്ക് വന്ന് പതിയേണ്ട ഒരു റെവലേഷൻ. തിരിച്ചു പോകുമ്പോൾ ഇനി യേശു ക്രിസ്തുവിനെ കാണേണ്ടത് എന്താണ്? ഒരു വാതിലാണ്. ആ വാതിൽ നമുക്കറിയാം, അവൻ ലോകത്തോട് അനേക വാസസ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുക. തിരിച്ചു പോകുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ച് പറയുക. എന്നിട്ട് നേരെ വിശുദ്ധ സ്ഥലത്തിലെത്തുന്നുണ്ട്. ആ സ്ഥലത്തെ അപ്പം എന്താണ്? ഇപ്പം അന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ലോകക്കാർക്ക് മുഴുവൻ കൊടുക്കുന്ന അപ്പമായിരുന്നു. തിരിച്ചു പോയപ്പോ തന്റെ ശിഷ്യന്മാർക്ക് മാത്രം കൊടുക്കുന്ന അപ്പമായി. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വന്നപ്പോ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞ് വന്നിരുന്ന ആയിരങ്ങൾക്ക് അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു. താൻ മടങ്ങിപ്പോകുമ്പോൾ അതേ ജീവന്റെ അപ്പമായവൻ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇത് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന രക്തമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന ശരീരമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇങ്ങോട്ട് വന്നപ്പോൾ ഭൗതിക വിശപ്പ് മാറ്റിയെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ആത്മീക വിഷയങ്ങളാണ്, ആത്മീക വിശപ്പ് മാറ്റുകയാണ്, ജീവനെ പ്രദാനം ചെയ്യുകയാണ്. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങള് വരാൻ പറ്റുന്നുണ്ടോ? ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ ഞാനിങ്ങനെ പ്രസംഗിച്ചു പോവാണോ? അർദ്ധരാജന ഹതുമീയ കിട്ടുന്നുണ്ടോ? ആ ഇങ്ങോട്ട് വന്നപ്പോ അപ്പം കൊടുത്തു, അങ്ങോട്ട് പോയപ്പോൾ അപ്പം കൊടുത്തു. ഇങ്ങോട്ട് വന്നപ്പോ കൊടുത്ത അപ്പം 5000 പുരുഷന്മാർ, അങ്ങോട്ട് പോയപ്പോ കൊടുത്തത് 12 പുരുഷന്മാർ. ഇങ്ങോട്ട് വരുന്നത് 3 ദിവസത്തെ വിശപ്പ് മാറ്റാൻ, അങ്ങോട്ട് പോയത് ഒരു കാലത്തും മരിക്കാതിരിക്കാൻ. അങ്ങോട്ട് പോയപ്പോ കൊടുത്തത് പാപങ്ങളുടെ പരിഹാരത്തിനുള്ളത്, അങ്ങോട്ട് പോയപ്പോൾ കൊടുത്തത് ഒരു രോഗം തൊടാതിരിക്കാനുള്ളത്, അങ്ങോട്ട് പോയപ്പോൾ കൊടുത്തത് നിത്യജീവന്റെ അപ്പം. ശ്രദ്ധിക്ക. പക്ഷേ 13-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു അനേക വാസസ്ഥലമുണ്ട്. 14, 15, 16 3 അധ്യായത്തിൽ ആ വാസസ്ഥലം എന്താന്ന് പറഞ്ഞു? നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിൽ വസിക്കും. അർത്ഥം ഇത്രേ ഉള്ളൂ. ഒരുപാട് മാൻഷൻസ് സ്വർഗത്തിലുണ്ട്, പക്ഷെ നിങ്ങൾ താമസിക്കാൻ പോകുന്ന അതിനകത്തല്ല. നിങ്ങൾ താമസിക്കാൻ പോകുന്നത് വേറൊന്നില്ല. ആ മാൻഷൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസിക്കാൻ പോകുന്നത് എന്റെ അകത്താണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലം ഞാനാണ്. ഐ ആം യുവർ ഡ്വെല്ലിംഗ് പ്ലേസ്. I am your dwelling place. ഞാനാണ് നിങ്ങളുടെ ജീസസ്. dwelling place. ഇതിനകത്ത് കരങ്ങളൊന്നും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തു. ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ മഹിമ അറിഞ്ഞോണ്ട്. ഇത് വെറും ഒരു മെസ്സേജ് ആയിട്ട് എടുക്കരുത്. ഒരു ബ്രഹ്മാണ്ഡം റെവലേഷനാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തുള്ള ആളുകൾ ദയവ് ചെയ്ത് മ്യൂട്ടാക്കുക. ആര് ശബ്ദം പുറത്തു വരേണ്ട ശബ്ദം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. I know the frequency in your room. നിങ്ങൾ അനുഭവിക്കുന്ന ഫ്രീക്വൻസി എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെ സാന്നിധ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ലിസൺ ടു മീ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ വെൻ ജീസസ് ഇസ് ഗോയിങ്, പക്ഷെ പ്രശ്നം ഇങ്ങോട്ട് വന്നപ്പോൾ ഈസി ആയിട്ട് വന്നു, അത്ഭുതകരമായിരുന്നു, ഒരു പ്രശ്നവുമില്ല. രാജാവാക്കുന്നു, ഉയർത്തുന്നു, പ്രവാചകനാക്കുന്നു. ബിക്കോസ് ദിസ് ജേണി, ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ് ഹോളി പ്ലേസിലേക്കുള്ള യാത്രയാണ്. യാക്കോബിന്റെ ഡയമെൻഷൻ, അവിടെയാണ് നമ്മൾ കുറച്ചുനേരം ജീവിക്കാൻ പോകുന്നത്. യാക്കോബിന്റെ ഡയമെൻഷനിലേക്ക് നാം പ്രവേശിക്കാനായി ഇവിടെ ക്രൈസ്റ്റ് ഈസ് കമ്മിങ് ബൈ, വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ യോഹന്നാനെ കാണുന്നത് ദ ബിലവഡ് ഡിസൈപ്പിൾ. എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ട്, കർത്താവിന്റെ മാറിൽ ചാരിയിരിക്കുക. ലിസൺ, ജോൺ ചാപ്റ്റർ 1 യേശു ക്രിസ്തു ഇരുന്നത് പിതാവിന്റെ മാറിടത്തിലായിരുന്നു. മാറിടത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ തിരിച്ച് ലോകത്തിൽ നിന്ന് പോകുമ്പോ തന്റെ അരുമ ശിഷ്യൻ, ആ യോഹന്നാൻ അല്ല, നീയും ഞാനുമാ, അവന്റെ മാറിടത്തിൽ നമ്മളെയും കൂടെ ചേർത്തോണ്ടാ ഇനി പോകാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ അവനെ തടുക്കാൻ പ്രപഞ്ചത്തിൽ ആരുമില്ല. പക്ഷെ ഇവൻ തിരിച്ചു പോയാൽ എല്ലാ വഴികളും അവന് തടസ്സമാവും. കാരണം അവൻ ഒറ്റയ്ക്കല്ല പോകാൻ പോകുന്നത്, വീണുപോയ മാനവരാശിയെ കൊണ്ടാണ് അവൻ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പോകാൻ പോകുന്നത്. അവൻ തനിയെ ഇറങ്ങി വന്നാൽ അവൻ ആരും തടസ്സമില്ല, ഒരു പ്രതിസന്ധിയില്ല, ഒരു മുറിവേൽക്കലുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ തിരിച്ചു പോകുന്ന യാത്ര അഡ്വഞ്ചറസ് ജേണിയാ. കാരണം കൂടെ മാനവരാശിയുണ്ട്, നിങ്ങളുണ്ട്, ഞാനുണ്ട്, വീണുപോയവനുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്താലേ ഇവിടുന്ന് അക്കരപ്പാൻ പറ്റൂ. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, യേശു തീരുമാനിച്ചു, പ്രാണം പോയാലും ഞാൻ എൻ്റെ മക്കളെ കൈവിടത്തില്ല. ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഈ യാത്ര ഞാൻ പൂർത്തിയാക്കും. ഞാൻ എൻ്റെ ജനതയ്ക്ക് ഒരു വഴി തുറക്കാൻ പോവുകയാ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, തിരിച്ചു പോകുമ്പോ നിങ്ങളുണ്ട്, ഞാനുണ്ട്, പ്രപഞ്ചത്തിലെ ആദാമിന്റെ തലമുറകൾ മൊത്തം ഉണ്ട്. മുഴു ജനറേഷനെ നെഞ്ചോടെ ചേർത്ത് വെച്ചോണ്ടാ എന്റെ കർത്താവ് ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. അവൻ അടിക്കപ്പെടുമ്പോ മാനവരാശി അവന്റെ മാറിലുണ്ട്. സന്തോഷ വാർത്ത പറയാം, നമ്മൾ മാറിലായിരുന്നത് കൊണ്ട് മുതുകിൽ വന്ന അടിയൊന്നും നമ്മെ തൊട്ടില്ല. ഒന്നുകൂടെ പറയാം, നിങ്ങളും ഞാനും മാറിലായിരുന്നത് കൊണ്ട് മുതുകിൽ വന്ന അടി നമ്മെ തൊട്ടില്ല. എന്നിട്ട് യേശു നമ്മളോട് പറഞ്ഞു, ആ മുതുകിൽ വന്ന അടിയാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓ ജീസസ്, 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 ഹല്ലേലൂയ. വിട്ടില്ല, അടിക്കപ്പെട്ടു, വിട്ടില്ല, തുപ്പി, വിട്ടില്ല, മുടി അവന്റെ രോമം വലിച്ചു പറിച്ചു, വിട്ടില്ല, ആണികൾ ആഞ്ഞടിച്ചു, വിട്ടില്ല, കുരിശിൽ തൂക്കി, വിട്ടില്ല, കൈവിട്ടില്ല. ഇതിനെ നോക്കിയിട്ടാ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, ക്രൂശിൽ പിതാവ് സകലരെയും തന്നോട് നിരപ്പിച്ചു എന്ന് പറഞ്ഞാൽ, പുത്രൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോ മാനവരാശിയെ മുഴുവൻ പിതാവായ ദൈവം എംബ്രേസ് ചെയ്തു, കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഹല്ലേലൂയ. മൂന്നാണിൽ അവ തൂങ്ങിക്കിടക്കുമ്പോ പിറകിൽ നിൽക്കുന്ന പിതാവ് മാനവരാശിയെ കുരിശിനോട് ചേർത്ത് ആശ്ലേഷിക്കുകയായിരുന്നു, ചുംബിക്കുകയായിരുന്നു, ചുംബനം കൊടുക്കായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവപിതാവിന്റെ ചുംബനം ഏൽക്കാത്ത ഒരു മനുഷ്യകുലം പോലും ഈ പ്രപഞ്ചത്തിന്റെ കീഴിലില്ല. ഏതൊരു നിരീശ്വരവാദിയുടെയും കൊള്ളക്കാരന്റെയും അവന്റെ കവിൾത്തടത്തിൽ സ്നേഹനിധിയായ അപ്പന്റെ സ്നേഹത്തിന്റെ ചുംബനമുണ്ട്. 14 വന്ന് പറഞ്ഞു വഴിയൊരുക്കാൻ പോകുന്നു. 15 പറഞ്ഞു വീടൊരുക്കാൻ പോകുന്നു. 15 പറഞ്ഞു ആ വീട് ഞാനാണ്, എന്നിൽ വസിക്കാൻ. 16 പോയിട്ട് പറഞ്ഞു ആ വീട്ടില് ഞാൻ മാത്രമല്ല, ആശ്വസിപ്പിക്കുന്ന ഒരു അമ്മയുണ്ട്, പരിശുദ്ധാത്മാവ്, ആശ്വാസപ്രദൻ. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയെ പരിചയപ്പെടുന്നു പറഞ്ഞ ശ്രദ്ധിക്കണേ.
വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ അവിടെ പോയിട്ട് നിങ്ങൾ അസ്വസ്ഥപ്പെടാൻ പാടില്ല. പറഞ്ഞു പരിശുദ്ധാത്മാവുണ്ട്, പിതാവുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോ പറയാ, എന്റെ വചനം അനുസരിക്കുന്നവരുടെ കൂടെ ഞാനും പിതാവും ഒരുമിച്ച് വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഓ 14 ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കാന്ന് പറഞ്ഞു. 16 പറയാ, ഞാൻ വീടൊരുക്കുക മാത്രമല്ല, നിങ്ങൾ എന്റെ വീടായി മാറും. പരിശുദ്ധ തൃത്വം വന്ന് വസിക്കുന്ന വീട് നിങ്ങളാണെന്ന്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരുമിച്ച് വന്നിരിക്കുന്ന ആലയമാണ് നാം. മിസ്റ്റിക്സ്, ലിസൺ ടു മീ. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ അല്ല നിങ്ങൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണ്ടേ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പിതൃപുത്ര പരിശുദ്ധ റൂഹ. ഇനി ഒരു ഗുഡ് ന്യൂസ് പറയാൻ പോവാ. ഗുഡ് ന്യൂസ് പറയാൻ പോവാ, സന്തോഷമാണ് കേൾക്കണം. 17 എത്തി, 18 എത്തി, പിടിച്ചു യേശുവിനെ, ഉപദ്രവിച്ചു, നിന്ദിച്ചു, പലയുരു അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, കുരിശിൽ തറച്ചു. വിട്ടില്ല, പുത്രന്മാരെ വിട്ടില്ല, നെഞ്ചത്ത് വെച്ചേക്കുക. ദേഹം എന്ന തിരശീല. മോസ്റ്റ് ഹോളി പ്ലേസിൽ പോണ്ടേ? മോസ്റ്റ് ഹോളി പ്ലേസിൽ പോണെങ്കിൽ തിരശീല കീറണ്ടേ? തിരശീല കീറാതെ യേശുവിന് ഇങ്ങോട്ട് വരാം, കാരണം അത് ദേഹത്തെ ഉടുത്തു വന്നു. അങ്ങോട്ട് പോണെങ്കിൽ തിരശീല കിടക്കുക, ദേഹം. ഈ അകത്തിരിക്കുന്ന ആളുകളെ എങ്ങോട്ടാക്കണം? മോസ്റ്റ് ഹോളി പ്ലേസിലാക്കണം. പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടോ? ഈ കൊണ്ടുവന്നില്ലേ, ഈ പ്രാകാരത്തിൽ നിന്ന് വെളിമ്പ്രദേശത്ത് നിന്ന് വിളിച്ചോണ്ട് വന്നില്ലേ ഒരു കോടി ജനതയെ? ഇവരെ എവിടെ കൊണ്ടാക്കണം? അപ്പന്റെ സ്ഥലത്ത്, പിതാവിന്റെ അടുത്തെത്തിക്കണം. കൃപയുടെ ആസനത്തിലെത്തണം, കൃപാസനത്തിലെത്തിക്കണം. കരുണയുടെയും കൃപയുടെയും ഉറവിടമായ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കണം. വഴിയൊന്നുമില്ല. തിരശ്ശീല പറഞ്ഞു സമ്മതിക്കത്തില്ല. ഇത് ആണ്ടിലൊരിക്കൽ പുരോഹിതന് മാത്രമുള്ള സ്ഥലമാണ്, ഞങ്ങൾ വിടത്തില്ല, ഒരു പാപിക്ക് പ്രവേശനമില്ല. തിരശ്ശീല വിളിച്ചു പറഞ്ഞു വിടത്തില്ല. തിരശ്ശീല വിളിച്ചു പറഞ്ഞു വിടത്തില്ല. യേശു പ്രഖ്യാപിച്ചു, ഒരു കാര്യം ചെയ്യ തിരശ്ശീലെ, നീ വിടത്തില്ലെങ്കിൽ ദേഹം എന്ന, ബാക്കിയുള്ളത് നിങ്ങൾ സ്വോത്രത്തോടെ സ്വീകരിച്ചു, ദേഹം എന്ന തിരശ്ശീല ചിന്തി നമുക്ക് പോകാൻ ജീവനുള്ള പുതുവഴി തുറന്നു കൊടുത്തു. എന്ന് പറഞ്ഞാൽ യേശു മരിച്ചത് നമുക്ക് മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പോകാൻ വഴി തുറക്കാൻ വേണ്ടിയാണ്. Hallelujah. Hallelujah. I say praise the Lord. Praise the Lord. ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ ജീവനുള്ള വഴി തുറന്നു. ആ വഴിക്ക് യേശുവിന് പോകാനുള്ള വഴിയല്ല, നമുക്ക് പോകാനുള്ള വഴിയാ. തിരശ്ശീല തടസ്സം നിർത്തി തിരശ്ശീലയോടെ പറഞ്ഞു, നിന്നെ കീറിയാണെങ്കിലും ഞാൻ എൻ്റെ മക്കളെ അപ്പുറത്തെത്തിക്കും. എത്ര പേർക്ക് ഇത് പിടികിട്ടി? നിങ്ങൾക്ക് മനസ്സിലായോ ക്രൂശിന്റെ മഹത്വം? ഇങ്ങോട്ട് വന്ന് യേശു ഇങ്ങോട്ട് വന്നതല്ല മരണഹേതു, അങ്ങോട്ട് പോയതാ മരണഹേതു. ആ മരണത്തിന് കാരണം അവന്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മളാണ്. നാം ഇൻക്ലൂഡഡ് അല്ലായിരുന്നെങ്കിൽ യേശുവിന് ധൈര്യമായി വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് പ്രവേശിക്കാമായിരുന്നു. നാം ഉള്ളത് കൊണ്ടാണ് മരണം, നാം ഉള്ളത് കൊണ്ടാണ് ക്രൂശ് മരണം, നാം ഉള്ളത് കൊണ്ടാണ് കഷ്ടത. മനസ്സിലായവർക്കായി സ്തോത്രം. കുരിശിന്റെ പുത്തൻ ദർശനം ഇന്ന് ഈ മിസ്റ്റിക്കൽ സെയിൻസിന്റെ ഹൃദയത്തിൽ കർത്താവ് വിതയ്ക്കുക, ഒരു പുത്തൻ വെളിപ്പാട്. ഇനി നീ കുരിശിനെ നോക്കുമ്പോ പറയേണ്ടത്, എനിക്ക് പുതുവഴി തുറന്ന, എനിക്ക് ജീവൻ നൽകുന്ന, ജീവനുള്ള പുതുവഴി. ഓ, ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു കാര്യം പറയാം. ഈ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് കേൾക്കണം, വളരെ പ്രധാനം. ശിഷ്യന്മാരോട് പറഞ്ഞു, ഫോളോ മീ, ഫോളോ മീ എന്ന് പറഞ്ഞു, എന്റെ പുറകെ വരാൻ പറഞ്ഞു. യോഹന്നാൻ 14 വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ലെന്ന്. വഴി സ്റ്റക്കായി. അപ്പം എല്ലാരും ഫോളോ ചെയ്യുക. ക്രൈസ്റ്റ് 14 വന്നിട്ട്, ഇനി നിങ്ങൾക്ക് എന്നെ ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ല, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഫോളോയിങ് ഇല്ല. ഇനി നമ്മൾ ഗുരു ശിഷ്യരല്ല. ഞാൻ ഗുരുവും നിങ്ങൾ എന്റെ പുറകെ വരികയല്ല. 14 ഫോളോയിങ് സ്റ്റോപ്പായി.
ആം ദ്രോഹോഷി മിഖാന്തര ലബോരിയ. 14 ഇവരെ എല്ലാം കൂടെ പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ കുറെ പോയില്ല, നിങ്ങളെ എല്ലാം കൂടെ ഞാൻ എന്റെ അകത്തോട്ടാക്കി. ഇനി യു ആർ ഇൻ മീ. ഇത് മിസ്റ്റിക്കല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ ഇവർ എന്നിൽ ഒന്നാകണം എന്ന് പറഞ്ഞാൽ ഇനി ഇവരെന്റെ ഫോളോവേഴ്സ് അല്ല, ഇവരെന്റെ അകത്തു വസിക്കുക. ഇങ്ങനെ കൊണ്ടുപോയി തിരശീലയെ രണ്ടായിട്ട് കീറി, ദേഹത്തെ രണ്ടായിട്ട് കീറി, അകത്തിരിക്കുന്നവർക്ക് പ്രവേശനം തുറന്നു കൊടുത്തു. എവിടെ? മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് തുറന്നങ്ങ് വിട്ടു. സഭ മനസ്സിലാക്കാത്ത സത്യത, സഭ വിചാരിച്ചു സ്വർഗത്തിലേക്ക് പോകാനാണ് കർത്താവ് മരിച്ചെന്ന. കർത്താവ് മരിച്ചത് നമ്മൾ സ്വർഗത്തിൽ പോകാനല്ല, നമ്മൾ ആദിപരിശുദ്ധ സ്ഥലത്ത് വിശുദ്ധാന്തർ മന്ദിരത്തിൽ ദൈവം മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് നിരന്തരമായി താമസിക്കാൻ വേണ്ടിയാണ് പുത്രൻ തന്റെ ദേഹം എന്ന തിരശ്ശീല കീറിയത്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അതിൽ കുറഞ്ഞൊരു പരിപാടിയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു വചനം പറഞ്ഞത്, ക്രിസ്തു പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന പറഞ്ഞാൽ യേശു റിസറക്റ്റഡ് ആയതുപോലെ ദാറ്റ് ഈസ് അവർ ലൈഫ് സ്റ്റൈൽ. യേശു ഭൂമിയിൽ ജീവിച്ച അതുപോലെ നടക്കണമെന്നല്ല വാക്യം, ഉയർത്തെഴുന്നേറ്റ പോലെ നടക്കണമെന്ന. ആരേലും സ്വീകരിക്കും. റോമാലേഖനം 1:6-4 ഞാൻ വായിച്ചേ. ക്രിസ്തു പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം എന്ന് പറഞ്ഞാൽ യേശു ഭൂമിയിൽ വന്നിട്ട് ജീവിച്ച പോലെ ജീവിക്കാനല്ല, യേശു ഉയർത്തിട്ട് ജീവിച്ച പോലെ ജീവിക്കാനാ. പിടികിട്ടിയോ? അപ്പൊ റിസറക്റ്റഡ് ക്രൈസ്റ്റിന്റെ പ്രത്യേകത പറ. ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. ഹി ക്യാൻ ലീവ്, ഹി ക്യാൻ ഈറ്റ് ഫുഡ്, live without food. He can appear, disappear. ഇതൊക്കെ മനസ്സിലാകുന്നെങ്കിൽ സ്തോത്രം ചെയ്താൽ മതി. He can walk through the wall, he can come out of the wall. അടഞ്ഞ വാതിൽ അവന് വിഷയമല്ല. ഉയർത്തെഴുന്നേറ്റവൻ അടഞ്ഞ വാതിൽ വിഷയമല്ല. ക്രിസ്തുവിന്റെ ഇതായിരുന്നു ആദിമ സഭയുടെ പ്രാക്ടീസ്. ഇത് വിശ്വസിക്കാൻ പറ്റുക? ആദിമ സഭയുടെ പ്രാക്ടീസ് ഇതായിരുന്നു. അവർ വാതിൽ അടച്ചിരിക്കെ, എക്സ്ക്യൂസ് മീ, വാതിൽ തുറക്കാൻ പറഞ്ഞില്ല, അകത്തു വന്നു. അസ്ഥിയുണ്ട്, മാംസമുണ്ട്, ട്രാൻസ്ഫോംഡ് ആണ്. ബിക്കോസ് ഹി ഈസ് മൂവിംഗ് ഇൻ അനദർ ഡയമെൻഷൻ, ലിവിംഗ് വിത്ത് ഇൻ റിസറക്റ്റഡ് ലൈഫ്. റിസറക്റ്റഡ് ലൈഫ്. ജീസസ് റിസറക്റ്റഡ് ആയതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. എത്ര പേര് നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ പറഞ്ഞു യേശു സ്നേഹിച്ചു, നമ്മൾ സ്നേഹിക്കണം, യേശു ക്ഷമിച്ചു, നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ, റിസറക്റ്റഡ് ലൈഫിലേക്ക് എത്തിയാൽ പാപമേ ഇല്ല. പിന്നെ പാപം ഒരു പ്രോബ്ലം അല്ല. പാപം അവസാനിച്ചു. പാപത്തെ യേശു ചുമന്നു മാറ്റി. വിശ്വസിക്കുന്നോ? ലോകത്തിന്റെ മൊത്ത പാപവും യേശു ചുമന്നു മാറ്റി. പ്രിയരെ, നിങ്ങളിൽ പാപമില്ല, ഒരുത്തന്റെ പുറത്തും പാപമില്ല. ഒരാളെ പാപി എന്ന് വിളിക്കാൻ പറ്റില്ല. യു ആർ ഹോളി in the presence of God. You are a saint in the presence of God. ഞാൻ യേശുവിന്റെ കൂടെ കുറച്ചു നേരം യാത്രയില്ല. എനിക്ക് തിരിച്ചിറങ്ങി വരാൻ പറ്റുന്നില്ല. ഈ രശീല കീറി ഫാദറിനോട് പറഞ്ഞു, ഫാദറെ ഞാൻ ഒറ്റയ്ക്കാ പോയത്, ഇപ്പൊ കോടിക്കണക്കിന് മക്കളുണ്ട്. ആണ്ടെ എന്ത് ചെയ്യാ, എല്ലാരും മൊത്തത്തിനെ കിളിയെ തുറന്നു വിടുന്ന പോലെ മോസ്റ്റ് ഹോളി പ്ലേസിലോട്ട് തുറന്നു വിട്ടു. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച പോലെ നമ്മൾ ജീവിക്കുക. എവിടെ? മോസ്റ്റ് ഹോളി പ്ലേസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മോസ്റ്റ് ഹോളി പ്ലേസിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അവിടെ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞായിരുന്നു, അവിടെ ദൈവത്തിന്റെ പുരോഹിതൻ വരുമ്പോൾ പറഞ്ഞു, നിന്റെ തലപ്പാവും വേണ്ട, ഏഫോദും വേണ്ട, സ്വർണവും വേണ്ട, വെള്ളിയും വേണ്ട, പൊന്നൊന്നും വേണ്ട, എല്ലായിടത്തും വെളിയിട്ടേര്, ചുമ്മാ ഒരു പഞ്ഞിനൂൽ അങ്കി ധരിച്ചിങ്ങി വന്നാൽ മതി. കാരണം മോസ്റ്റ് ഹോളി പ്ലേസിൽ ദൂതന്മാരുടെ ജീവിതമാണ്.
വിശുദ്ധ സ്ഥലത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത് ഏഞ്ചലിക് ലൈഫാ. ശുഭ്രവസ്ത്രധാരി എന്ന് പറഞ്ഞ ദൂതന്മാരുടെ വേഷമാ. അവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ ലോകമായിട്ട് ബന്ധമൊന്നുമില്ല. ആമേൻ, ആമേൻ. I'm telling you the truth, brothers and sisters. God is rising a generation. That generation is going to dwell 24/7 in the most holy place. Most holy place. They are going to reign because കൃപാസനം അവിടെയാണ്. അതാ പറഞ്ഞത്, ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എവിടെ ഇരുത്തിയേക്കുന്ന? സ്വർഗസ്ഥലത്ത്. ഏതാ സ്വർഗസ്ഥലം? മോസ്റ്റ് ഹോളി പ്ലേസ് ആണ്. അവിടെ കൊണ്ടിരുത്തിയേക്കുക. ചിറക് വിരിച്ചിരിക്കുന്ന കെറൂബിന്റെ നടുവിലായിരുന്നു അന്ന് അവൻ ഇരുന്നതെങ്കിൽ അതേ സ്ഥലത്ത് കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തിയേക്കുക. ഏഞ്ചലിക് ലൈഫാണ്. ഏഞ്ചലിക് ലൈഫ് മോഹിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? മറ്റൊന്ന് വിശ്വസിച്ചോ? ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എടുത്താൽ പുഴുത്തുപോകുന്ന മന്ന, ക്രിമിച്ചു പോകുന്ന മന്ന ഇതിനകത്ത് ഇരിപ്പുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ഒരു കൃമിയില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറിയാൽ ക്രിമിക്കത്തില്ല. നോ ഇൻഫെക്ഷൻ, നോ അറ്റാക്ക്, നോ സിക്നസ്, നോ ഡീകേ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാൻ. ഇതാ ക്രിസ്ത്യാനിത്വം. ഇതാ ക്രിസ്ത്യാനിത്വം. ഇവിടെ മാത്രം, അതായത് മോസ്റ്റ് ഹോളി പ്ലേസിൽ മാത്രമേ നമ്മൾ ഒന്നാകത്തുള്ളൂ. ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. Abraham was the friend of Jesus. എന്നറിഞ്ഞ അബ്രഹാമും ദൈവവും കൂടെ ഒരുമിച്ചാ നടന്നത്. കൂടെ നടന്നു. ഇസഹാക്കും കൂടെ നടന്നു. യാക്കോബ് കൂടെ നടന്നില്ല. യാക്കോബും ദൈവവും ഒരുമിച്ച് നടന്നു. സ്തോത്രം. പ്രാകാരത്തിൽ നീ ദൈവത്തിന്റെ കൂടെ, വിശുദ്ധ തലത്ത് നീ ദൈവത്തിന്റെ കൂടെ, അതിപരിശുദ്ധ തലത്ത് നീയും ദൈവവും മുഖാമുഖമാണ്. ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. ദിസ് ഈസ് റിയാലിറ്റി. ദിസ് ഈസ് മിസ്റ്റിസിസം. ദിസ് ഈസ് എ മിസ്റ്ററി. ഞാൻ നിങ്ങളോട് പറയാം, നിശ്ചയമായിട്ടും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ ജീവിക്കാൻ ദൈവം സഭയ്ക്ക് അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ മാതൃക. പക്ഷെ മതം നമ്മളെ പഠിപ്പിച്ചു, അല്ല യേശു ഭൂമി ജീവിച്ച പോലെ ജീവിക്കാനാ. ഭൂമി ആമം സ്നേഹിച്ച പോലെ സ്നേഹിക്കാമം പറഞ്ഞ പോലെ പറയുക. അതല്ല ജീവിതം. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനെ പോലെ ജീവിക്കണം. ഇതല്ല വിശ്വസിക്കും. ഉയർത്തെഴുന്നേറ്റവനെ പോലെ ജീവിക്കേണ്ടതിന് മഹിമയിൽ ജീവിക്കണം. ലിവിങ് ഇൻ ദ ഗ്ലോറി, വാക്കിംഗ് ഇൻ ദ ഗ്ലോറി. That is the life in the most holy place. എന്നിട്ട് ചർച്ച അവിടെ എത്തിയിട്ടില്ല. ചർച്ച അവിടെ എത്താത്തത് കൊണ്ട് ദൈവം വിളിക്കുക, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിന്, കരുണ പ്രാപിക്കേണ്ടതിന് കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഓടി വാ, ധൈര്യത്തോടെ വാ. Invitation, mercy and grace, abundance of grace and abundance of mercy is in the most holy place. നിങ്ങൾക്ക് പിടികിട്ടോ? യാക്കോബിനെ എന്തുകൊണ്ടാണ് മല്ല് പിടിച്ചത് മനസ്സിലായോ? നിങ്ങൾക്ക് അതിന്റെ റൂട്ട്, ഞാൻ പറഞ്ഞതിന്റെ റൂട്ട് പിടികിട്ടുന്നുണ്ടോ? യാക്കോബ് ദൈവത്തെ എന്തുകൊണ്ടാ കാല പിടിച്ചതറിയാമോ? ആട് കിട്ടാനും മാട് കിട്ടാനും ഒട്ടകത്തെ കിട്ടാനല്ല. ദൈവവും അബ്രഹാമും കൂടെ ഒന്നാകാനാ. മുഖം എന്റെ നേരെ ഒന്ന് തിരിച്ചു. ദൈവം തന്റെ മുഖത്തെ തനിക്ക് നേരെ തിരിച്ചപ്പോൾ യാക്കോബും ദൈവവും മുഖാമുഖമായി. മുഖാമുഖം എന്ന് പറഞ്ഞാൽ അർത്ഥം അവര് തമ്മിൽ ഒന്നായി. ആദമും ഹൗവയും ഒന്നാകുന്നു. പിതാവിനെ അറിയുക. ആ അറിവിലേക്ക് യാക്കോബ് എത്തിച്ചേർന്നു. ഇതാണ് മോസ്റ്റ് ഹോളി പ്ലേസിലെ നോളജ്. Amen. Amen.
ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടത്. ഞാൻ എത്ര വാക്യം നിങ്ങൾക്ക് പറഞ്ഞു തരണം? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. വായിച്ചത് പിടികിട്ടിയോ? ആശയങ്ങളെല്ലാം പിക്ചർ മനസ്സിലാവുന്നുണ്ടോ? Living in the most holy place. And I want to tell you, brothers and sisters, that's the third stage, third dimension. I want to tell you, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, in that place you can see, this is a very, ഇതൊരു prophetic word ആയിട്ട് ദൈവം പറയാം. അഹരോന്റെ ഒരു തളർത്ത വടി അവിടെ ഇരിപ്പുണ്ട്. മത്സരികൾക്ക് നേരെയുള്ള ദൈവത്തിന്റെ ഇടപെടലാണ്. നീ ദൈവത്തിന്റെ ദാസനാണോ? ദാസനായിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നിന്റെ വിളിയെ അപമാനിച്ച് എത്ര പേരുണ്ടോ ഓർത്തു നോക്ക്. നീ ഒരു ദൈവ മനുഷ്യനാണെന്ന് തെളിയിക്കാൻ നീ പെടുന്ന പാടത്രാന്നറിയാവോ? നാട്ടുകാർക്ക് അറിയാമോ? അത് എത്ര അത് മനസ്സിലാക്കുന്ന എത്ര പേരിനകത്തുണ്ട്? സത്യമല്ലേ? ദൈവമേ എന്നും പ്രാർത്ഥിക്കുക, ലോർഡ് പ്രൂവ് മീ ലോർഡ് that you are called me. ഞാൻ എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങനെ വിളിച്ചെന്ന് തെളിയിക്കണേ. സഹോദരന്മാരെ ശ്രദ്ധിച്ചോ, ഇതിനകത്ത് ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരോടുള്ള ഒരു പ്രൊഫറ്റിക് വേർഡ് ആണ്. പിടിച്ചോ, ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തെന്ന് ദൈവം തെളിയിച്ചിരിക്കും. ഒരു കാലത്തും കിളിർക്കത്തില്ലെന്നും ഫലം കായ്ക്കത്തില്ലെന്നും ഉള്ള ചിലത് വേരുപോലുമില്ലാതെ, സൂര്യ വെളിച്ചമേക്കാതെ, സാധാരണ മണ്ണിൽ കുഴിച്ചു വെച്ച വേര് കിളുത്താലേ ഇത് കിളർത്തു, പക്ഷെ വേര് പോലും ഇല്ലാതെ നിന്റെ വടി തളർത്ത് കിളിർത്ത് പൂത്ത് കായ്ക്കും. എന്നിട്ട് ലോകത്തോട് ദൈവം വിളിച്ചു പറയും, ഇവൻ എന്റെ വേലക്കാരനാണ്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നവരോടുള്ള ദൈവ ശബ്ദം താണ്ടെ 2021 നിന്നെ ദൈവം തെളിയിക്കുന്ന വർഷമാണിത്. നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? അത്യുന്നതൻ ഇരിക്കുന്ന സീറ്റിന്റെ കീഴിൽ, അത്യുന്നതൻ ഇരിക്കുന്ന ആ സീറ്റിന്റെ അടിയിലാ നിന്റെ അക്രഡിഷൻ സർട്ടിഫിക്കറ്റ് വെച്ചേക്കുന്നത്. എന്ന് പറയാം, മഹാദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിയിലാ നീ ഒരു അത്യുന്നതന്റെ വേലക്കാരനായതിന്റെ തെളിവ് വെച്ചേക്കുന്നത്. പറ്റുമെങ്കിൽ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എനിക്കിവിടുന്ന് ഇറങ്ങി ഓടിപ്പോകാനുള്ള നിവൃത്തിയില്ല, അല്ലാതെ ഞാൻ ഇറങ്ങി താഴോട്ട് ഓടിയനെ. ഇങ്ങനെ കൃപാസനത്തിന്റെ കീഴിലല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഒരുത്തനും വന്ന് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിന്റെ അക്രഡിഷനെ ചോദ്യം ചെയ്യാൻ, നിന്നെ വിളിച്ച വിളിയെ ചോദ്യം ചെയ്യാൻ, ദൈവം നിന്നെ തെളിയിച്ച തെളിവിനെ ചോദ്യം ചെയ്യാൻ ഒരുത്തനും വന്ന് എടുത്ത് നശിപ്പിക്കാൻ പറ്റില്ല. അത്യുന്നതന്റെ സിംഹാസനത്തിന്റെ അടിയിലാണ് നീ വിളിക്കപ്പെട്ടു എന്നതിന്റെ പ്രൂഫ് വെച്ചേക്കാം. വിശ്വസിക്ക്, കർത്താവ് തെളിയിക്കാൻ പോവാം. മോസ്റ്റ് ഹോളി പ്ലേസ്. ഇനി കേൾക്കണം, ഈ സ്ഥലത്തിന് വേറൊരു പേരുണ്ട്. മോസ്റ്റ് ഹോളി പ്ലേസിന് വേറൊരു പേരുണ്ട്. is the breath of holies. breath of holies. അതായത് ഈ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിന് യാഹെന്ന ദൈവം വന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു പുരുഷന്റെ ശ്വാസം, പുരുഷൻ ശ്വസിക്കുന്നത് പോലെയുള്ള ശബ്ദം പുറത്തുള്ള ജനത്തിന് കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ആ തിരശ്ശീല ഇങ്ങനെ വികസിക്കും, ബലൂൺ ഇങ്ങനെ വീർക്കുന്ന പോലെ വീർത്ത് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അകലെ, അതായത് നമ്മുടെ ശ്വാസകോശം ഇങ്ങനെ വീർക്കുന്ന പോലെ വീർത്തിട്ട് ഇങ്ങനെ വീണ്ടും ചുരുങ്ങും. അതായത് മോസ്റ്റ് ഹോളി പ്ലേസ് ഇങ്ങനെ വികസിക്കുന്നതും ചുരുങ്ങുന്നതും പുറത്ത് നിൽക്കുന്നവർ കാണാൻ പറ്റും. കാരണം ഇതിനകത്ത് ദൈവശ്വാസമുണ്ട്.
ദൈവശ്വാസം അതിനകത്തുണ്ട്. ബ്രീത്ത് ഓഫ് ഹോളീസ്, അതിപരിശുദ്ധമായവന്റെ ശ്വാസം. അതാണ് മോസ്റ്റ് ഹോളി പ്ലേസിന്റെ പ്രത്യേകത. അർത്ഥം തന്നെ അതിനകത്ത് ജീവനേ ഉള്ളൂ. മരണത്തിന്റെ ഒരണുവിന് പോലും, മരണത്തിന്റെ ഒരണുവിന് പോലും ഇതിനകത്തേക്ക് പ്രവേശനമില്ല. സ്തോത്രം. പക്ഷേ ഇതിനകത്തും എന്റെ ദൈവമേ, ഞാൻ ഇത് വായിച്ചപ്പോ മനസ്സിലാക്കിയത് പറയാം. ആണ്ടിൽ ഒരിക്കൽ പുരോഹിതൻ ഇതിനകത്ത് രക്തവുമായിട്ട് പോണം. ഇതിനകത്ത് എന്തിനാ രക്തത്തിന്റെ ആവശ്യം? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ ജീവൻ ഇരിക്കുന്ന സ്ഥലത്ത് മരിച്ച ആളിന്റെ രക്തം എന്തിനാ? അവിടാണ് നമ്മള് നമ്മുടെ യാക്കോബിന്റെ കോവേണിയെ കുറിച്ച് പഠിക്കേണ്ടത്. കാര്യത്തിലേക്ക് പോവാണ് നമ്മള്. ഇന്ന് തീരത്തില്ല എങ്കിലും ആശ ഇട്ടിട്ട് പോവാം, ഈ കൊതിപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞ പോലെ. ഈ വിശുദ്ധാന്തര മന്ദിരത്തിലോട്ട് കയറിയിട്ട് മഹാപുരോഹിതൻ തന്റെ വിരല് കൊണ്ട് ഈ രക്തത്തെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യും 3 പ്രാവശ്യം. എന്നിട്ട് ആ യാഗപീഠത്തിന്റെ ചോട്ടിൽ, അതായത് ആ പെട്ടകത്തിന്റെ ചോട്ടിൽ 4 പ്രാവശ്യം ഇടും. 4 പ്രാവശ്യം തറയിലും 3 പ്രാവശ്യം ആ മേഴ്സി സീറ്റിലും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് 3 പേരും ഈ രക്തത്തെ അംഗീകരിച്ചതിന്റെ തെളിവാണ്. 3 ടൈം. 4ാമത്തെ ഒരാളും കൂടെ വരുന്നുണ്ട്. ആ 4 പ്രാവശ്യം താഴെ തളിക്കുന്നത് എനിക്ക് പോയി നിൽക്കാനാണ്. 3 പ്രാവശ്യം തളിച്ചത് ദൈവത്തിന്റെ മുമ്പിൽ അത് അർപ്പിക്കപ്പെട്ടതാണെങ്കിൽ, മണ്ണിൽ 4 പ്രാവശ്യം തളിച്ചത് ധൈര്യത്തോടെ എനിക്ക് പോയി നിൽക്കാനാണ്. ദൈവത്തിന് 3 മതി, എനിക്ക് കുറെ കൂടെ ഉറപ്പ് കിട്ടാൻ 1 പ്രാവശ്യം കൂടെ അധികം തളിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരണു പോലും നീ പേടിക്കരുത്. ഭയം കൂടാതെ നിൽക്കാൻ നീ നിൽക്കുന്ന മണ്ണിൽ അവിടെ തളിച്ചതിനൊക്കെ കൂടുതൽ ഇവിടെ തളിച്ചേക്കുക. ഈ ബ്ലഡ് ഇവിടെ ഉള്ളത് കൊണ്ട്, ഈ ബ്ലഡ് ഞാൻ പറഞ്ഞല്ലോ, സാക്രിഫൈസ് ഈസ് ദ ഓൺലി വേ ടു ഓപ്പൺ ഹെവൻ. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ബേഥേലിൽ അബ്രഹാം വന്നപ്പോ, ഇത് കേൾക്കുക, അബ്രഹാം വന്നപ്പോ ആട്ടിൻകുട്ടിയെ ബലി കഴിച്ചു. ഇസഹാക്കിനെ കൊണ്ടുവന്നപ്പോ മരണത്തെ ബലി കഴിച്ചു. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? മരണം എന്ന് പറഞ്ഞാൽ റാം ഇൻ ദ തിക്കറ്റ്. ഈ റാം ഇൻ ദ തിക്കറ്റ് എന്ന് പറയുന്നത് മെസപ്പത്തോമിയയിലെ മരണ ദൈവമാണ്. അപ്പൊ അബ്രഹാം ആ മലയുടെ മുകളിൽ ഇസഹാക്കിന്റെ കെട്ടഴിച്ച് വിട്ടിട്ട് ആ ബലിപീഠത്തിൽ ഇട്ട് കൊന്നത് മരണ ദൈവത്തെ, മരണാധികാരിയായവനെ തന്റെ മരണത്താൽ നീക്കി എന്നതിന്റെ പഴയ നിയമത്തിന്റെ തെളിവാണ്. അബ്രഹാം വന്നപ്പോൾ മൃഗത്തെ ബലി കഴിച്ചു. ഇസഹാക്കിന്റെ കാലം വന്നപ്പോഴത്തേന് അവിടെ മരണത്തെ കൊന്നു. യാക്കോബ് വന്നപ്പോൾ അവിടെ മരണമില്ല. നിങ്ങൾ നോക്കിച്ചോ, അബ്രഹാം എത്തിയ അതേ സ്ഥലത്ത് യാക്കോബും എത്തി. അബ്രഹാം ആരംഭിച്ച സ്ഥലത്ത് തന്നെ യാക്കോബും ആരംഭിച്ചു. യാക്കോബ് ബേഥേലിലെത്തി. അബ്രഹാമിന്റെ കാലത്ത് ആ പേരറിയത്തില്ല. ഇസഹാക്കിന്റെ കാലത്ത് ആ സ്ഥലം ഒന്ന് പേരിട്ടു. യാക്കോബിന്റെ കാലം വന്നപ്പോൾ അതിന് പേരിട്ടു ബേഥേൽ, ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ 1ാം തലമുറ ഇടാത്ത പേര് 3ാം തലമുറ എന്ന് പറഞ്ഞാൽ 3ാം തലമുറയുടെ കയ്യിലാണ് ചില കാര്യങ്ങളെ പേരിടാൻ ദൈവം കൊടുക്കും. പേരിട്ടാൽ ഓർത്തോണം നീ അതിന്റെ അവകാശിയായെന്ന്. എല്ലാം ദൂതുകളാണ്. പേരിടുക എന്ന് പറഞ്ഞാൽ അധികാരിയാണ്. അതുകൊണ്ടാണ് സർവശക്തൻ ആദാമിനോട് പറഞ്ഞത്, നീ പേരിട്ടേര്, നീയാണ് എല്ലാത്തിന്റെ അധികാരി. അത്രേ ഉള്ളൂ.
പേരിടുന്നോ അവനാണ് അധികാരി. എന്ന് പറഞ്ഞാൽ യാക്കോബ് ആ സ്ഥലത്തിന് ദൈവത്തിന്റെ ഭവനം എന്ന് പേരിട്ടു. അദ്ദേഹം അവിടെ ഒരു രക്തം ചിന്തിയില്ല. അവിടെ മൊത്തം ഒരു എണ്ണ അവിടെ ചൊരിഞ്ഞത് ബ്ലഡ് അല്ല, അവിടെ ചൊരിഞ്ഞത് എണ്ണയാണ്. വെള്ളം പിടികിട്ടുന്നുണ്ടോ? ക്രൈസ്റ്റിന്റെ മരണമാണ് അബ്രഹാമിന്റെ ബലി നടന്നതെങ്കിൽ ഇസഹാക്കിന്റെ മരണത്തോടെ മരണത്തിന് നീക്കം വന്നു. മരണത്തിന് നീക്കം വന്നാൽ പിന്നെ ബഥേലിൽ ഒഴുകേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് തൈലം മാത്രമാ, അഭിഷേക തൈലം. അപ്പൊ യാക്കോബിന്റെ ജനറേഷൻ എത്തുമ്പോ അവർ രക്തം ചിന്ന ഗ്രൂപ്പ് അല്ല, അവർ ആത്മാവിൽ നിറയുന്ന തലമുറയാണ്. The generation of the Spirit of God, the filled with the Holy Ghost. അവിടെ മറ്റൊന്നും കൂടെ സംഭവിച്ചു നമുക്കറിയാം. കിടത്തിയിട്ടിരുന്ന കല്ലിനെടുത്ത് നാട്ടി. ദാറ്റ് ഈസ് കിടക്കുന്നത് മരണമാണെങ്കിൽ നിർത്തുന്നത് ഉയർപ്പാണ്. തലകണയായിട്ട് വെച്ച് കിടന്നപ്പോ മരിച്ചു. രാവിലെ എഴുന്നേറ്റിട്ട് കല്ലിനെ നാട്ടി ഉയർത്തു. അതേ അവിടെ വിളിച്ചു പറഞ്ഞു, ഇത് മരണത്തിന്റെ സ്ഥലമല്ല, അപ്പന്റെ ഭവനത്തിൽ മരണമില്ല. ബേതേലിൽ മരണമില്ല. ബേതേലിൽ മരണമില്ലാത്തത് കൊണ്ട് കല്ലിനെ നാട്ടി അതിന്റെ മുകളിലോട്ട് തൈലം ഒഴിച്ചിട്ട് പറഞ്ഞു, കർത്താവ് ഉയർത്തെഴുന്നേക്കും, 50-ാം നാളിൽ പരിശുദ്ധാത്മാവ് വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ക്രൂശ് മരണവും ക്രിസ്തുവിന്റെ ഉയർപ്പും പെന്തിക്കോസ്തിൽ ആത്മാവിന്റെ വരവുമാണ് ബേതേലിൽ ഡിക്ലെയർ ചെയ്തത്. ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പനെയും സഹോദരനെയൊക്കെ കളിപ്പിച്ചു പോകുന്ന യാക്കോബ് ഒറിജിനൽ പെന്തിക്കോസ്തിന്റെ അനുഭവത്തോടു കൂടെയാണ് ലാബാനിൽ അങ്ങോട്ട് പോകുന്നത്. അമ്മായിപ്പന്റെ വീട്ടിലോട്ട് പോകും. ആത്മാവിലാ പോകുന്നത്. പോയ നോക്കിയാൽ മതി. അങ്ങേര് ചെല്ലുമ്പോഴുള്ള അവസ്ഥയല്ല തിരിച്ചു വരുമ്പോ. അദ്ദേഹം പോകുമ്പോ ഒന്നുമില്ലാത്തവനായാ പോയെ. അവനും ഇല്ലായിരുന്നു, ലാബാനും ഇല്ലായിരുന്നു. പക്ഷെ ലാബാൻ അനുഗ്രഹിക്കപ്പെട്ടത് യാക്കോബ് മുഖാന്തരമാണ്. ചില മരുമക്കൾ മുഖാന്തരമാണ് ചില അമ്മായിയപ്പന്മാരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. സ്തോത്രം. പിന്നെ എല്ലാ ശ്രേഷ്ഠന്മാരെയും, എല്ലാരും കേട്ടോണം, എല്ലാ ശ്രേഷ്ഠന്മാരെയും എല്ലാ ശുശ്രൂഷന്മാരെയും ദൈവം വാർത്തെടുത്തതെല്ലാം ഈ അമ്മായിപ്പന്മാരുടെ വീട്ടിലിട്ട. മോശ അമ്മായിയപ്പന്റെ വീട്ടിൽ, യാക്കോബ് അമ്മായിയപ്പന്റെ വീട്ടിൽ. എല്ലായിടും നോക്കുക, ഒരുപാട് ചരിത്രമുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് രൂപാന്തരപ്പെടാൻ പറ്റിയ സ്ഥലം അവിടെ. കറക്റ്റാ. ഏത് കൊലകൊമ്പനും ശരിയാവുന്ന സ്ഥലമാണ് ലാബാന്റെ വീട്. കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസം സംഭവം പറഞ്ഞു. ഒരു ദിവസം നോക്കിയപ്പോ കാണാം ലാബാന്റെ മുഖം പണ്ടത്തെ പോലെ അല്ലെന്ന് തോന്നി. ലാബാന്റെ മുഖം മാറിയപ്പോൾ ദൈവം തമ്പുരാൻ തന്റെ മുഖം യാക്കോബിന് നേരെ തിരിച്ചു പറഞ്ഞു, പാക്കപ്പ് ടൈം എന്ന് പറഞ്ഞാൽ ഇനി നീ മുഷു കേട്ടോണ്ട് ജീവിക്കണ്ട, പാക്കപ്പ് ചെയ്തോ, ബേതേലിന്റെ ദൈവമാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ നിന്നയും പരിഹാസവും അപമാനവും ഒക്കെ തീരാൻ പോവുകയാണ്. നിനക്ക് നേരെ മനുഷ്യന്റെ മുഖം കറുക്കുന്നതിന് മുമ്പ് നിന്റെ നേരെ ദൈവത്തിന്റെ മുഖം പ്രകാശിച്ചിരിക്കും. സ്വോത്രം 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 സ്വോത്രം. ദൈവമുഖം പ്രകാശിച്ചിരിക്കും. സോ ഹി വാസ് ബ്ലെസ്ഡ്. ഞാൻ ആ ഭാഗത്തേക്ക് വീണ്ടും വരിക. കാരണം ഞാൻ ചോദിച്ചോട്ടെ, എത്ര പേർക്ക് ഇന്നത്തെ യാത്ര മനസ്സിലായി? ഇന്നത്തെ ആ യാത്രകൾ എത്ര പേർക്ക് പിടികിട്ടി? എത്ര പേരുടെ അകത്താണ് അവരെ? ഇനി ഇന്ന് ഒരുപാട് അകത്ത് വന്ന് കയറിയിട്ടുണ്ട്. എനിക്കറിയാം ഇന്ന് നോർമൽ അല്ല, ഒരുപാട് സാധനം അകത്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് വീണ്ടും സ്വീകരിക്കണം, പഠിക്കുക, അതിനകത്ത് തന്നെ ഇരിക്കുക. ചൂ ദ വേർഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. ആ സത്ത് മൊത്തം അകത്ത് വരുന്നത് വരെ നിങ്ങൾ ചൂ ചെയ്യണം. എസ്പെഷ്യലി ജോൺ ദ ഗോസ്പലിനകത്തുള്ള ട്രൂത്ത് നിങ്ങൾ വായിക്കണം. അദ്ദേഹത്തിന് യേശുവിന്റെ ഇങ്ങോട്ടുള്ള വരവ്, തിരിച്ചുള്ള പോക്ക്, ക്രൂശ് മരണത്തിന്റെ ഒറിജിനൽ റെവലേഷൻസ് മറക്കരുത്. മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് നമ്മെ എത്തിക്കാനാണ് കർത്താവ് മരിച്ചത്. അവന്റെ മരണത്തിൽ ജീവനുള്ള പുതുവഴി അവൻ തുറന്നു തന്നു. വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി. ഇതിനകത്ത് ദൈവ സാന്നിധ്യമാണ്. ഒന്നുകൂടെ പറയാം, ദൈവ സാന്നിധ്യം. വിശുദ്ധ സ്ഥലത്ത് കാണാത്ത, പ്രാകാരത്തിൽ കാണാത്ത ഒരു വലിയ കർത്തൃ സാന്നിധ്യം, ദൈവ സാന്നിധ്യം മോസ്റ്റ് ഹോളി പ്ലേസിൽ കാണാൻ പറ്റും. നിങ്ങൾ മോസ്റ്റ് ഹോളി പ്ലേസിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. അവിടെ ഹയർ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഈസ് ഹയർ.
ഒന്നുകൂടെ പറയാം, ഫ്രീക്വൻസി ഹയർ ആണ്, വൈബ്രേഷൻ ഹയർ ആണ്. ദ വൈബ്രേഷൻ ആൻഡ് ഫ്രീക്വൻസി ഇസ് ഹയർ ഇൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. അതുകൊണ്ടാണ് പെട്ടകത്തെ തൊട്ടവർ ഒക്കെ മരിച്ചു പോയതായിട്ട് കാണാം. പെട്ടകത്തെ തൊട്ടവർ ഊസ മരിച്ചുപോയി, പെട്ടകത്തേക്ക് നോക്കിയവർ മരിച്ചുപോയി. കാരണം അതിൽ നിന്ന് ഒരു ഹയർ ഡയമെൻഷൻസ്, ഒരു ഹയർ ഫ്രീക്വൻസി പുറത്തു വരുന്നുണ്ട്. ഗോഡ്സ് ഫ്രീക്വൻസി ഇസ് ദേർ. ഞാൻ വിശ്വസിക്കുന്നു മോസ്റ്റ് ഹോളി പ്ലേസ് ഈസ് അബവ് ദ സെവൻത് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ മുകളിലത്തെ ഡയമെൻഷനിലാണ് മോസ്റ്റ് ഹോളി പ്ലേസ് ഇരിക്കുന്നത്. അവിടെ സൂര്യന്റെ ഒരു അല്പം പോലും വെളിച്ചമില്ല, ഒരു രശ്മിക്ക് പോലും അകത്ത് വരാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് കയറുന്നവന്റെ കണ്ണ് അന്ധമാകത്തില്ല, അതിനകത്തൊരു വെളിച്ചമുണ്ട്. അന്നൊരിക്കൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായി വന്ന ആ വെളിച്ചം അന്ന് ഭൂമിയിലുള്ളത് ഈ മോസ്റ്റ് ഹോളി പ്ലേസിലാണ്. മനസ്സിലാവുന്നോ? ഉൽപ്പത്തി 1:3 കാണുന്ന വെളിച്ചം പിന്നെ ഭൂമിയിൽ വെളിപ്പെട്ടത് ആദി പരിശുദ്ധ സ്ഥലത്താണ്. ഈ അറിവ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റരുത്. ആ വെളിച്ചമാണ് ദ ലൈറ്റ് ഓഫ് ക്രിയേഷൻ, ദ ലൈറ്റ് ഓഫ് ലൈഫ്, ദ ലൈറ്റ് ഓഫ് ലവ് ആൻഡ് ദ ലൈറ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് നോളജ്. ഇതാണ് ആ സ്ഥലം. 2 പ്രധാന ക്ലാസ്സുകൾ ഇനി പോകുന്നുണ്ട്. ഒന്ന് ലാഡർ ഓഫ് ജേക്കബ്, യാക്കോബിന്റെ കോവേണിയും. 2 അതിപരിശുദ്ധ സ്ഥലത്തെ ജീവിതവും. അടുത്ത ആഴ്ചത്തെ 2 ക്ലാസ്സുകളാണ് ഇപ്പോഴേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ലാഡർ ഓഫ് ജേക്കബ് ആണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. ഒരു ദിവസം മൊത്തം ഇരുന്ന് നമ്മൾ പഠിച്ചെങ്കിലേ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റൂ. ഇന്ന് നിങ്ങൾ എല്ലാവരും ഈ തിരുവെഴുത്തുകളാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമായിട്ടും സമയം പോയത് അറിഞ്ഞില്ല. കാരണം നമ്മൾ എറ്റേണിറ്റിക്കകത്തായിരുന്നത് കൊണ്ട് സമയമേ പോലും. ഞാൻ വിചാരിച്ചു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ലാഡർ എടുക്കാമെന്ന് വിചാരിച്ച. തമ്പുരാൻ പറഞ്ഞ ലാഡർ എടുത്ത് മാറ്റി വെച്ചോ, കാരണം അത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാത്തത്. കർത്താവ് നിങ്ങളെല്ലാവരെയും വളരെ വളരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്തെ എത്ര അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ആ മഹത്വത്തെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച് ദൈവ മഹിമയിൽ തുടരാൻ ദൈവം നിങ്ങൾക്ക് ഏവർക്കും അവസരം തരട്ടെന്ന് ഞാൻ